وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين. رب اشرح لي صدري ويسر لي أمري. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സർവലോകരക്ഷിതാവായ പടച്ച തമ്പുരാന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ മനുഷ്യജീവൻ ലഭിക്കുകയും അവൻ നമുക്കായി നിശ്ചയിച്ചിട്ടുള്ള, അവനേറെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് കാരണമായി തീരുന്ന പരിശുദ്ധ റമദാനിലെ അവസാന ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാൻ അനുഗ്രഹം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരിക്കലും ലംഘിക്കപ്പെടുകയോ മാറ്റിത്തിരുത്തപ്പെടുകയോ രക്ഷപ്പെടാനോ സാധിക്കാത്ത പടച്ച തമ്പുരാന്റെ തിരിച്ചുള്ള വിളിക്കു മുൻപിൽ, അഥവാ മരണത്തിനു മുൻപിൽ നമ്മൾ ഓരോരുത്തരും നിസ്സഹായരാണ്, സമന്മാരാണ് എന്ന ബോധത്തോടുകൂടിയായിരിക്കണം ജീവിതത്തിന്റെ ബാക്കിയുള്ള ദിനരാത്രങ്ങളെ നാം ജീവിച്ചു തീർക്കേണ്ടതും ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകേണ്ടതും. ഈ പരിശുദ്ധ റമദാനിന്റെ രാവിലും പകലുകളിലും ഒട്ടനവധി ആരാധനാകർമ്മങ്ങൾ നിർവഹിച്ച് ത്യാഗം സഹിച്ചും ക്ഷീണം സഹിച്ചും നമ്മളാൽ കഴിയുന്ന അമലുകൾ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കാനുള്ള കാരണം നാളെ പടച്ച തമ്പുരാന്റെ കോടതിയിൽ നിന്ദ്യനാക്കാതെ, നികൃഷ്ടനാക്കപ്പെടാതെ, അപമാനിക്കപ്പെടാതെ അവന്റെ സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന സതുദ്ദേശത്തോടുകൂടിയാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും അധ്വാനിക്കുന്ന പ്രവർത്തനങ്ങൾ പ്രതിഫലമായിക്കൊണ്ട് നാളെ പടച്ച തമ്പുരാന്റെ കോടതിയിൽ കണ്ടെത്തണമെങ്കിൽ ഓരോരുത്തരുടെ ജീവിതത്തിലും അതീവ ജാഗ്രതയോടെ ഗൗരവത്തോടുകൂടി അവർ ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ട ഒരു വിഷയം, ആ വിഷയം സൂക്ഷിക്കാനും അതിന്റെ പരിഗണനയോടുകൂടി മാന്യത പ്രകടിപ്പിക്കാനും സാധിച്ചെങ്കിൽ മാത്രമേ ഇന്ന് മനുഷ്യൻ ചെയ്തുകൂട്ടുന്ന സകല കർമ്മങ്ങളും അല്ലാഹുവിന്റെ അരികിൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ആ ഗൗരവപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഈ അല്പസമയം നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുന്നത്. എന്തുകൊണ്ടോ ആ ഗൗരവപ്പെട്ട വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ജീവിക്കുന്നവരും അതങ്ങനെയൊക്കെ മതി, അതൊന്നും അത്ര കാര്യമാക്കേണ്ടതല്ല എന്ന തെറ്റിദ്ധാരണയോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുമാണ് നമ്മളെ കൂട്ടത്തിൽ കൂടുതലും. ആ വിഷയത്തിൽ ജാഗ്രത പ്രകടിപ്പിക്കാനും സൂക്ഷ്മത കൈവരിക്കാനും നമ്മളിൽ പലരെക്കൊണ്ടും സാധിക്കാറില്ല. അതുകൊണ്ടാണ് ഓരോ വെള്ളിയാഴ്ചകളിലെ ഖുതുബകളിലും ആ മഹത്തായ കാര്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടല്ലാതെ
ഒരൊറ്റ ഖുതുബ പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ നിർവഹിച്ചിട്ടില്ല. ഏതൊരു മതപ്രഭാഷണത്തിനും ഖുതുബകൾക്കും എഴുന്നേറ്റ് നിൽക്കുന്ന സന്ദർഭത്തിൽ തന്റെ ജനതയ്ക്ക് നേരെ നോക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഓതിക്കൊടുക്കാറുണ്ടായിരുന്നു പോലും. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, മനുഷ്യരെ നിങ്ങൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിന്റെ വിഷയവും, വൽ അർഹാം, നിങ്ങളുടെ കുടുംബ ബന്ധത്തിന്റെ വിഷയവും നിങ്ങൾക്ക് സൂക്ഷ്മത കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നാളെ പടച്ച തമ്പുരാന്റെ കോടതിയിൽ നിങ്ങൾ അപമാനിക്കപ്പെടുമെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് പടച്ച തമ്പുരാന്റെ പ്രവാചകൻ ഏതൊരു ഖുതുബയും ആരംഭിച്ചിട്ടുള്ളൂ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അല്ലാഹ് എല്ലാ ബന്ധങ്ങളെയും പടച്ചു. അയൽപക്ക ബന്ധം, കുടുംബ ബന്ധം, വൈവാഹിക ബന്ധം, സുഹൃത്ത് ബന്ധം, എല്ലാ ബന്ധങ്ങളെയും പടച്ച തമ്പുരാൻ പടച്ചു. എന്നിട്ട് ആ ബന്ധങ്ങളോട് റബ്ബ് ചോദിച്ചു, കുൽ, പറയുക ബന്ധങ്ങളെ, ആർക്കെങ്കിലും പരാതിയുണ്ടോ? ഫഖാമർ റഹ്മ, കുടുംബ ബന്ധം എഴുന്നേറ്റ് നിന്നു. അല്ലാഹ് ചോദിച്ചു, സലിയാ റഹ്മ, പറ ബന്ധമേ, എന്താ നിന്റെ പരാതി? കുടുംബ ബന്ധം റബ്ബിനോട് വിളിച്ചു പറഞ്ഞു പോലും, യാ റബ്ബ്, എന്റെ റബ്ബേ, അന്നാസു ഖതഅതി, ജനങ്ങൾ എന്നെ മുറിച്ചു കളയും, എനിക്കവര് വേണ്ടത്ര പരിഗണന നൽകാതിരിക്കും, അനാവശ്യമായി ബന്ധവിച്ഛേദനം നടത്തുമവർ, അതുകൊണ്ട് എന്റെ കാര്യത്തിൽ നീ ഒരു തീരുമാനമുണ്ടാക്കണം. കുടുംബ ബന്ധത്തോട് പടച്ച തമ്പുരാൻ തിരിച്ചു മറുപടി പറഞ്ഞു പോലും, അന്നസ്ലമിൻ വസലിക, നീയുമായി ആരാണോ ബന്ധം ചേരുന്നത് ഞാൻ അവനുമായി ബന്ധം ചേരും. വഅഖ്തഅ മിൻ ഖതഇക, നീയുമായി ആരാണോ ബന്ധം മുറിക്കുന്നത് ഞാൻ അവനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കും. അഥവാ ആരാണോ കുടുംബ ബന്ധം ചേർക്കുന്നത് അവനോടൊപ്പമേ പടച്ച തമ്പുരാനുണ്ടാകൂ. ആരാണോ കുടുംബ ബന്ധം മുറിക്കുന്നത് അവനോടൊപ്പം ഒരു കാലത്തും അവനെത്രമാത്രം വലിയ അമലുകൾ പ്രവർത്തിക്കുന്നവനാണെങ്കിലും അവന്റെ കൂടെ പടച്ച തമ്പുരാനുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ പോലും റസൂലുള്ളാഹിയെ തൊട്ട് ആദരിച്ചൊരു വിഷയമായിരുന്നു. എന്തൊക്കെ ദ്രോഹം മുഹമ്മദിനോട് ചെയ്തിട്ടും ഇക്കാലം വരെ ഒരാളോട് പോലും മുഹമ്മദ് അലോഗ്യത്തിലായിട്ടില്ല, ബന്ധം മുറിച്ചിട്ടില്ല എന്ന പ്രത്യേകത. അതുകൊണ്ട് ആ കാലഘട്ടത്തിലെ ശത്രു ഹിർക്കൽ എന്ന ചക്രവർത്തി മറ്റൊരു ശത്രുവായിരുന്ന അബൂ സുഫിയാനോട് ചോദിച്ചു, അല്ല അബൂ സുഫിയാനെ, എന്താ മുഹമ്മദ് നിങ്ങളോട് കൽപ്പിക്കുന്നത്? വളരെ സത്യസന്ധമായി അബൂ സുഫിയാന്റെ മറുപടി, നമസ്കാരത്തിൽ സുജൂദ് കിടക്കുമ്പോ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധമമിക്കുന്ന കുടൽമാലകൾ മുഹമ്മദിന്റെ തലയിൽ ഞങ്ങൾ നിക്ഷേപിച്ചു. അദ്ദേഹം നടന്നു പോകുമ്പോ അടിച്ചു വാരിയ മാലിന്യത്തിന്റെ ചപ്പുചവറുകൾ അദ്ദേഹത്തിന്റെ തോളത്തേക്ക് ഞങ്ങൾ വലിച്ചെറിഞ്ഞു. ഞങ്ങളുടെ പിഞ്ചു പൈതങ്ങളുടെ കൈകളിൽ പോലും കൂർത്ത കരിങ്കല്ലിന്റെ കഷണങ്ങൾ കൊടുത്ത് മക്കയിലെയും ത്വായിഫിലെയും മണലാരണ്യത്തിലൂടെ ആ മുഹമ്മദിനെ ഞങ്ങൾ എറിഞ്ഞാട്ടി. ആളുകൂടുന്ന സന്ദർഭത്തിലെല്ലാം ജാരനെന്നും ഭ്രാന്തനെന്നും സിഹർ ബാധിച്ചവനെന്നും ഹലീമയുടെ ദുഃഖപുത്രനെന്നും ലക്ഷണം കെട്ടവനെന്നും ആളുകൂടുന്ന സദസ്സിലെല്ലാം മുഹമ്മദിനെ ഞങ്ങൾ പരിഹസിച്ചു. പക്ഷേ എന്തൊക്കെ ദ്രോഹം, എത്രമാത്രം പരിഹാസം ആ മുഹമ്മദിനോട് ഞങ്ങൾ ചെയ്തിട്ടും ഇന്ന് വരെ ഞങ്ങളിൽ ഒരാളോട് പോലും മുഹമ്മദ് അലോഗ്യത്തിലായിട്ടില്ല. ഞങ്ങളിൽ ഏതെങ്കിലും ഒരാളോട് പോലും മുഹമ്മദ് മുഖം കറുത്ത് സംസാരിച്ചിട്ടില്ല. ഇന്നും മുഹമ്മദ് ഞങ്ങളോട് കൽപ്പിക്കുന്നത് അയ്യസില റഹിമ, കുടുംബബന്ധം ചേർക്കാനാണ് എന്ന് ഇസ്ലാമിന്റെ ശത്രുവായിരുന്ന അബൂ സുഫിയാൻ പോലും മഹത്തരമായി പരിചയപ്പെടുത്തിയിട്ടുള്ള ആ കുടുംബ ബന്ധത്തിന്റെ വിഷയത്തിൽ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പലരും പരാജയപ്പെട്ടവരാണ്. പരസ്പരം തെറ്റി നടക്കുക, അലോഗ്യത്തിലാവുക, മുഖത്തോട് മുഖം നോക്കാതിരിക്കുക, സലാം പറയാതിരിക്കുക, പറഞ്ഞ സലാം മടക്കാതിരിക്കുക, ചിരിക്കാതിരിക്കുക, ചിരിച്ചാൽ മടക്കി ചിരിക്കാതിരിക്കുക, ക്ഷണിക്കാതിരിക്കുക, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കാതിരിക്കുക, അവനുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് പറയുക, ഞാൻ ഉണ്ടാവണമെങ്കിൽ അവൻ ഉണ്ടാകാൻ പാടില്ല എന്ന് വാശി പിടിക്കുക. ഇങ്ങനെ നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിൽ മരണം വരെ തോൽക്കാനുള്ള മടി കാണിച്ചുകൊണ്ട് അലോഗ്യത്തിൽ കഴിയുന്ന ഒട്ടനവധി മുസൽമാൻ നമ്മളെ കൂട്ടത്തിലുണ്ട്. എന്റെ വാക്ക് കേൾക്കുന്ന ഈ സദസ്സിൽ തോളൊപ്പിച്ച് മടമ്പൊപ്പിച്ച് നമസ്കരിച്ച പലരോടും അലോഗ്യത്തിൽ കഴിയുന്നവരാ. കുടുംബക്കാരോട്, ബന്ധക്കാരോട്, ഒപ്പം ജോലി ചെയ്യുന്നവരോട്, സുഹൃത്തുക്കളോട്, രക്ഷിതാക്കളോട്
എന്നുവേണ്ട പലരോടും അലോഗ്യം പ്രകടിപ്പിച്ച് ജീവിക്കുന്ന ആളുകൾ. ഇന്ന് പരസ്പരം അലോഗ്യത്തിലാവുക എന്നുള്ളത് ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പരസ്പരം പരിചയപ്പെടുത്തലും അലോഗ്യമാണെന്ന് പറയലും ആളുകൾക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്ന ഒരവസരമായി തീർന്നിരിക്കുന്നു. എന്തേ ജ്യേഷ്ഠന്റെ വീട്ടിലൊന്നും പോകാറില്ലേ? എന്തേ അനിയന്റെ അടുത്തേക്കൊന്നും ചെല്ലാറില്ലേ? എന്തേ പെങ്ങളെ വീട്ടിലേക്കൊന്നും തുറക്കാൻ പോയില്ലേ എന്ന് ചോദിച്ചാൽ മനുഷ്യന് തിരിച്ചു പറയാനുള്ള മറുപടി, ഞങ്ങളത്ര ലോക്യത്തിലല്ല, ഞങ്ങളൊന്ന് 2 കൊല്ലായിട്ട് അലോക്യത്തിലാണ്. എന്താ വിഷയം? ആ പറമ്പിന്റെ വിഷയം. എന്താ പ്രശ്നം? ആ വഴിയുടെ പ്രശ്നം. എന്തേ വിഷയം? അത് പെണ്ണുങ്ങൾ തമ്മിലുള്ള വിഷയം. ഇങ്ങനത്തെ നിസാര പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിച്ച് പരസ്പരം തെറ്റി നടക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. തെറ്റാൻ വലിയ കാരണങ്ങൾ വേണ്ടാത്തവരാ നമ്മളിൽ പലരും. അത്രയും ആളുകളെ വിളിച്ചൊരു നോമ്പുതുറ നടത്തിയിട്ട് ഒന്നെന്നോടവൻ സൂചിപ്പിച്ചില്ല. അതല്ലേ തെറ്റാനുള്ള കാരണം? നാടൊട്ടുക്ക് വിളിച്ചൊരു കല്യാണം നടത്തിയിട്ട് ആ നിക്കാഹ് ഒരു വർത്താനം അവൻ എന്നോട് സൂചിപ്പിച്ചില്ല. അതല്ലേ തെറ്റാനുള്ള കാരണം? അവന്റെ മകളുടെ നിശ്ചയം അത്രയും പോരിശയോടെ നടത്തിയിട്ട് ബാക്കി എല്ലാവരെയും ആഴ്ചക്ക് മുൻപേ വിളിച്ചിട്ട് അന്ന് നേരം വെളുത്തപ്പള ഇനിയൊന്ന് വിളിച്ച് വിവരം പറയാൻ അവന് കൂടിയത്. അതല്ലേ തെറ്റാനുള്ള കാരണം? ഒരേ വാപ്പാന്റെ തണലിൽ, ഒരേ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ജീവിച്ച്, ഒരേ ഉമ്മാന്റെ അകിടിൽ നിന്ന് പാല് കുടിച്ച്, ഒരേ വാപ്പാന്റെ തണലിൽ ജീവിക്കുന്ന രക്തബന്ധങ്ങൾ മുതൽ ഒരു വേലിക്കെട്ടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്ന അയൽപ്പക്ക ബന്ധങ്ങൾ വരെ പലരും അലോക്യത്തിലാണ്. പിതാവ് മരണപ്പെട്ടപ്പോ വീതം വെച്ച പറമ്പിന്റെ പേരിൽ, അതിരിട്ട കല്ലിന്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ പേരിൽ, ഒരു പ്ലാവിന്റെ തൈയുടെ പേരിൽ, ഒരു ശീമക്കൊന്നയുടെ പേരിൽ പരസ്പരം രക്തം ചിന്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി മക്കൾ നമ്മളെ കൂട്ടത്തിൽ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രമാത്രം മനുഷ്യൻ വേർപെട്ടിട്ടുണ്ട്, തോൽക്കാനുള്ള മടിയുണ്ട് എന്നറിയണമെങ്കിൽ ഈ അടുത്ത കാലത്ത് കോഴിക്കോട് ജില്ലയിലെ പ്രസിദ്ധമാക്കപ്പെട്ട മുഖദാറ് എന്ന മഹലിൽ നടന്ന ഒരു സംഭവം. ഒരു വാപ്പാന്റെ 2 ആൺമക്കൾ വാപ്പ മരിച്ചപ്പോ വീതം വെച്ച ഒരു പറമ്പിൽ അതിരിട്ട ഒരു കല്ലിന്റെ പേരിൽ 22 വർഷം ജ്യേഷ്ഠനും അനുജനും തമ്മിൽ തെറ്റി ഒരേ നാട്ടിൽ ഒരു ബന്ധവുമില്ലാതെ അവർ ജീവിക്കാൻ തുടങ്ങി. 22ാമത്തെ വർഷം, കഴിഞ്ഞ വർഷം അഥവാ ജ്യേഷ്ഠൻ ജീവിച്ചിരിക്കെ അനിയന് അറ്റാക്ക് വന്നു. കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അദ്ദേഹത്തെ ഐസിയുവിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. 12ഓളം വയറുകൾ അയാളെ ഹൃദയഭാഗത്ത് ഘടിപ്പിച്ചു. കമ്പ്യൂട്ടറിൽ ശ്വാസം കാണാൻ തുടങ്ങി. ശ്വാസം അങ്ങനെ നേർത്ത് വരുന്നു എന്നറിഞ്ഞപ്പോ ഡോക്ടർമാര് പുറത്തു നിൽക്കുന്ന മക്കളോട് പറഞ്ഞു പോലും, അറിയിക്കാനുള്ളവരൊക്കെ അറിയിച്ചോളൂ, ഏതാനും മണിക്കൂറുകളെ ബാക്കിയുണ്ടാകൂ. വാർത്ത നാട്ടിലാകെ പരന്നു. എല്ലാവരും പറഞ്ഞവർ അറിഞ്ഞവരോട് ഓരോരുത്തരോടുമായി പറഞ്ഞു. കടത്തിണ്ണയിലിരിക്കുന്ന അബ്ബാസിനോട് നാട്ടുകാരിൽപ്പെട്ട ചിലർ ചോദിച്ചു പോലും, അബ്ബാസേ, സ്വന്തം ചോരയല്ലേ, ഒരേ വാപ്പാന്റെ മക്കളല്ലേ, ഒന്നുപോയി കണ്ടൂടെ നിനക്ക്? മരിക്കുന്നതിന്റെ ഇടക്ക് എനക്കെന്റെ അനിയനൊന്ന് കണ്ടുകൂടെ? തോൽക്കാൻ തീരുമാനിച്ച് അബ്ബാസ് എന്ന ജ്യേഷ്ഠൻ ആശുപത്രിയിലേക്ക് കയറി ചെന്നു. ഇതൊരു കെട്ടുകഥയല്ല, പച്ചയായ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം. മരണം വരെ വീറും വാശിയും പകയും വെറുപ്പും കുതന്ത്രങ്ങളും കുത്തുവാക്കുകളും മനസ്സിൽ പേറി തോൽക്കാൻ മടി കാണിക്കുന്ന പച്ചയായ മുസൽമാന്റെ ജീവിതം. ആശുപത്രിയിലേക്ക് കയറിച്ചൊന്നു ജ്യേഷ്ഠൻ ഐസിയുവിന്റെ പുറത്തുള്ള അനിയന്റെ മകനുമായി സംസാരിച്ചു, സങ്കടപ്പെട്ടു, പൊരുത്തപ്പെട്ടു, ഒരുപാട് ബേജാറായി. മൂത്താപ്പ വന്ന സന്തോഷത്തിൽ അനിയന്റെ മകൻ പറഞ്ഞു പോലും, മൂത്താപ്പ, നിങ്ങളൊന്ന് വാപ്പാനെ കയറി കണ്ടോളൂ, വാപ്പാക്കതൊരു വല്ലാത്ത സന്തോഷായിരിക്കും. ആ സന്തോഷത്തോടുകൂടി അനുവാദം വാങ്ങി ജ്യേഷ്ഠൻ അകത്തേക്ക് കയറി. ഐസിയുവിന്റെ ഉള്ളിലേക്ക് കയറിയ ജ്യേഷ്ഠൻ വേഗതയിൽ തന്നെ പുറത്തേക്കിറങ്ങി. മകൻ ചോദിച്ചു പോലും, എന്തേ മൂത്താപ്പ, വാപ്പനെ കണ്ടില്ലേ നിങ്ങൾ? ആ മകനോടുള്ള മൂത്താപ്പയുടെ മറുപടി, മോനെ, ഓൻ ഉറങ്ങാന്ന് തോന്നുന്നു, ഉണത്തണ്ട, ഞാൻ എന്റെ ഭാര്യനെയും മക്കളെയും കൂട്ടിയിട്ട് വരാം. സന്തോഷത്തോടെ ആശുപത്രിയുടെ പടിക്കെട്ടിറങ്ങിപ്പോകുന്ന വാപ്പാന്റെ ജ്യേഷ്ഠനെ നോക്കി അനിയന്റെ മകൻ ചിന്തിച്ചു പോലും, ഇതുവരെ വാപ്പ ഉറങ്ങിയിട്ടില്ല, വാപ്പ ഉറങ്ങാൻ പാടില്ലാന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ വാപ്പ ഉറങ്ങിയത്? അറിയാൻ വേണ്ടി അനിയന്റെ മകൻ അകത്ത് കയറി. വാപ്പ കണ്ണു തുറന്നു കിടക്കുന്നു. സന്തോഷത്തോടെ വാപ്പാന്റെ കട്ടിലിന്റെ അടുത്ത് ചെന്നു വാപ്പാന്റെ കണ്ണിലേക്ക് നോക്കി സന്തോഷത്തോടെ പറഞ്ഞു പോലും, വാപ്പ,
മൂത്താപ്പ വന്നിരുന്നു. ഒരുപാട് സങ്കടപ്പെട്ടു, പലതും പറഞ്ഞു, ബേജാറായി, കരച്ചില് വന്നു. നിങ്ങളെ കാണാൻ അകത്തു കയറിയിരുന്നു, നിങ്ങൾ ഉറങ്ങാന്ന് കരുതി തിരിച്ചുപോയതാണ്. ഇത് കേട്ടപ്പോ 12ഓളം വയറുകൾ ശരീരത്തിൽ ഘടിപ്പിച്ച് മരണം കാത്തുകിടക്കുന്ന ആ മനുഷ്യൻ, ശ്വാസത്തിന്റെ ഗതി നേർത്തുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ, 6 അടി മണ്ണിന്റെ ചൂടും ചൂരും ഗന്ധമായി അനുഭവപ്പെടുന്ന ആ പച്ചയായ വാപ്പ സ്വന്തം മകന്റെ മുഖത്തു നോക്കി പറഞ്ഞു പോലും, ഓം വന്ന് ഞാൻ കണ്ടിരുന്നു, ഞാൻ കണ്ണങ്ങ് പൂട്ടിക്കാന്നതാ. അത്രമാത്രമുണ്ട് മനുഷ്യരെ തോൽക്കാനുള്ള മടി. ഒരൽപ്പം വിട്ടുകൊടുക്കാനും തോറ്റുകൊടുക്കാനും മരണം വരെ സാധിക്കാത്തവരാ നമ്മളിൽ പലരും. മരിച്ചു മണ്ണോട് ചേരുമ്പോ 4 മക്കളുടെ തോളിൽ കയറി 6 അടി മണ്ണിലേക്ക് കൊണ്ടുവെക്കുന്നതിന് മുൻപ് പള്ളിയുടെ മുൻഭാഗത്ത് 1-ാമത്തെ സഫിൽ തലഭാഗത്തോ മധ്യഭാഗത്തോ മക്കൾ സങ്കടപ്പെട്ട് നിൽക്കുമ്പോ അവർ കയ്യിൽ ഫോണെടുത്ത് ചോദിക്കേണ്ട ഗതികേട്, എന്റെ വാപ്പ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, വാപ്പാന്റെ പരലോകം വിചാരിച്ച് അത് പൊരുത്തപ്പെട്ട് കൊടുക്കണട്ടോ എന്ന് മക്കളെ കൊണ്ട് ചോദിക്കുന്ന ഗതികേട് വരെ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പലരും തന്റെ വീറും വാശിയും കൊണ്ടെത്തിക്കാറുണ്ട്. ആയ കാലത്തൊന്ന് പൊരുത്തപ്പെടിക്കാനും, ഒന്ന് തോൽക്കാനും, ഒന്ന് ചിരിക്കാനും, ഒന്ന് ക്ഷണിക്കാനും, ഒന്ന് കയറി ചെല്ലാനും മടിച്ചുകൊണ്ട് 6 അടി മണ്ണിലേക്ക് മടങ്ങുമ്പോ മനുഷ്യ, നീ ചിന്തിക്കേണ്ടത് ലോകത്തിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ. ഇബ്നു മസ്ഊദിന്റെ വാക്കുകൾ കേൾക്കുമ്പോ ആദ്യം ആരാ ഇബ്നു മസ്ഊദ് എന്നറിയണം. മദീനത്തെ പള്ളിയിൽ ഇബ്നു മസ്ഊദ് എങ്ങാനും ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ ശത്രുക്കളായിരുന്ന അബൂജഹൽ പോലും പള്ളിയുടെ പിൻഭാഗത്തുള്ള കുറ്റിച്ചെടികൾക്ക് മറവിൽ തലമറച്ചിരുന്നു ആ ഓത്ത് കേൾക്കാൻ വേണ്ടി. പല സന്ദർഭത്തിലും സ്വഹാബത്തിന് പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നഷ്ടപ്പെട്ടാൽ, അഥവാ പരലോകം മനസ്സിൽ നിന്ന് പോയോ എന്ന് ചിന്തിക്കുമ്പോ ഇബ്നു മസ്ഊദിനെ അടുത്ത് വിളിച്ചിട്ട് പറയും, ഇബ്നു മസ്ഊദേ, ഞങ്ങൾക്ക് സൂറത്തുൽ വാഖിയ ഓതി തന്നാലും. ഇബ്നു മസ്ഊദ് സൂറത്തുൽ വാഖിയ ഓതി തുടങ്ങുമ്പോഴേക്കും സ്വഹാബത്ത് ബക്കാ കസീറ, അവര് കരയാൻ തുടങ്ങും. അത്രമാത്രം ഈണത്തിലും പരലോക ചിന്തയിലും വിതുമ്പിക്കരഞ്ഞുകൊണ്ട് ഖുർആൻ പാരായണം നടത്തുന്ന സ്വഹാബി. വിശുദ്ധ ഖുർആനിന്റെ മണവാട്ടി എന്ന സൂറത്തുർ റഹ്മാൻ റസൂലുള്ളാഹിക്ക് അവതരിക്കപ്പെട്ടു. അള്ളാന്റെ റസൂൽ അത് സ്വഹാബത്തിന് ഓതിക്കൊടുത്ത ഉടനെ സ്വഹാബത്തിനോട് റസൂലുള്ള ചോദിച്ചു പോലും, എന്റെ സ്വഹാബത്തെ, ആരുണ്ട് ഈ സൂറത്തൊന്ന് ശത്രുക്കൾക്ക് ഓതിക്കൊടുക്കാൻ? ചോദിച്ചു തീരേണ്ട താമസം സദസ്സുന്നൊരാളെ എഴുന്നേറ്റോടി. ഓടുന്ന ഇബ്നു മസ്ഊദിനെ സ്വഹാബത്ത് പൊതിഞ്ഞു പിടിച്ചു. ലായ ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദേ, നിങ്ങൾ പോകാൻ പാടില്ല. കാരണം ശത്രുക്കളൊന്ന് ഉപദ്രവിച്ചാൽ ആ ഉപദ്രവത്തെ തടുക്കാനുള്ള കെൽപ്പ് നിങ്ങൾക്കില്ല ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദ് കുള്ളനും മെലിഞ്ഞൊട്ടിയ ശരീരപ്രകൃതക്കാരനുമായിരുന്നു. തന്നെ തടഞ്ഞ സഹാബത്തിന്റെ കൈകൾ കൊടറിമാറ്റി ഇബ്നു മസ്ഊദ് ശത്രുവിന്റെ നടുവിലേക്ക് ഓടിച്ചെന്ന് സൂറത്തുർ റഹ്മാൻ ഓതിത്തുടങ്ങി. ആദ്യത്തെ 6-ാമത്തെ ആയത്തെത്തിയപ്പോ കയ്യിൽ കിട്ടിയ മരപ്പലക കൊണ്ട് ആദ്യം തലക്കടിച്ചത് അബൂജഹലായിരുന്നു. 4 ഭാഗത്തു നിന്നും ശത്രുക്കൾ അടിച്ചപ്പോ ബോധം കെട്ട് വേദനയോടെ മണലിലേക്ക് മുഖം കുത്തി വീണു ഇബ്നു മസ്ഊദ്. കണ്ടുനിന്ന സ്വഹാബത്തോടി വന്ന് ഇബ്നു മസ്ഊദിനെ എടുത്ത് റസൂലുള്ളാന്റെ മടിയിൽ കിടത്തി. വേദന കൊണ്ട് പുളയുന്ന ഇബ്നു മസ്ഊദിനോട് അള്ളാന്റെ റസൂൽ ചോദിച്ചു പോലും, എന്തിന് ഇബ്നു മസ്ഊദേ, നിങ്ങൾക്കിത് ഒഴിവാക്കാമായിരുന്നില്ലേ? റസൂലുള്ളാന്റെ മുഖത്തേക്ക് നോക്കി ഇബ്നു മസ്ഊദിന്റെ മറുപടി, അള്ളാഹുവിന്റെ തിരുദൂതരെ, അങ്ങനെ പറയല്ലേ പ്രവാചക. ഏതായത്തെത്തിയപ്പോഴാണോ അവരെന്നെ അടിച്ചത്, ഏതായത്തെത്തിയപ്പോഴാണോ എനിക്ക് തല്ല് കിട്ടിയത്, ആ ആയത്തിന്റെ ബാക്കി ഞാൻ അവർക്ക് ഓതിക്കൊടുക്കും നബിയെ. ഇപ്പോ നിങ്ങൾ എനിക്ക് സമ്മതം തന്നാൽ അത്രമാത്രം ഞാൻ സ്നേഹിക്കുന്നുണ്ട് പ്രവാചക, നിങ്ങളെയും നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്ന വചനങ്ങളെയും. ആ ഇബ്നു മസ്ഊദിന്റെ ഒരു പ്രത്യേകത, റസൂലുള്ള ഒരായത്ത് പഠിപ്പിച്ചു കൊടുത്ത പിറ്റേന്ന് മദീനത്തെ പള്ളിയിൽ ഇബ്നു മസ്ഊദിന്റെ വക അദ്ദേഹം അതൊന്ന് വിശദീകരിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു സുബ്ഹ് നമസ്കാരം കഴിഞ്ഞു. റസൂലുള്ള മുസല്ലയിലിരുന്നു. അദ്ദേഹത്തിന്റെ മുൻപിൽ ഇബ്നു മസ്ഊദ് എഴുന്നേറ്റു നിന്നു. തന്റെ സ്വഹാബത്തിനെ മൊത്തത്തിലൊന്ന് നോക്കി തീരുമ്പോഴേക്കും ഇബ്നു മസ്ഊദിന്റെ കണ്ണിൽ കണ്ണുനീര് വന്നു. അദ്ദേഹത്തിന്റെ മുഖം കോപം കൊണ്ട് ചുവക്കാൻ തുടങ്ങി. സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു നോക്കുമ്പോ ആ സ്വഹാബത്തിന്റെ നേരെ ചൂണ്ടി കാർക്കശ്യ ശബ്ദത്തോടെ ഇബ്നു മസ്ഊദ് വിളിച്ചു പറഞ്ഞു, അയ്യുഹ സ്വഹാബ, എന്റെ ജനങ്ങളെ, എന്റെ സഹോദരങ്ങളെ, ഇതെന്റെ വർത്തമാനമാണ്, അൻസാറിന്റെ വർത്തമാനം. എന്റെ വാക്ക് കേൾക്കുന്ന ഈ പ്രദേശത്തുള്ള ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ മാന്യന്മാരായ നാട്ടുകാരോട്
മാന്യന്മാരായ രക്ഷിതാക്കളോട്, മാന്യന്മാരായ സുഹൃത്തുക്കളോട്. അന്ന് മദീനത്തെ പള്ളിയിൽ ഇബ്നു മസ്ഊദായിരുന്നു പറഞ്ഞതെങ്കിൽ ഇന്ന് ഈ കണ്ണൂരത്തെ പള്ളിയിൽ ഞാൻ എന്ന വ്യക്തി സംസാരിക്കുന്നു. അയ്യുഹ സ്വഹാബ, എന്റെ ജനങ്ങളെ, എന്റെ സഹോദരങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലും ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ, തമ്മിൽ അലോക്യത്തിൽ കഴിയുന്നവരുണ്ടെങ്കിൽ, മനസ്സ് വേർപ്പെട്ടവരുണ്ടെങ്കിൽ, തമ്മിൽ ചിരിക്കാത്തവരുണ്ടെങ്കിൽ, ക്ഷണിക്കാത്തവരുണ്ടെങ്കിൽ, മുഖത്തോട് മുഖം നോക്കുമ്പോ കാർക്കിച്ചു തുപ്പി നടന്നു പോകുന്നവരുണ്ടെങ്കിൽ, ഒരു വ്യക്തിയുള്ള സദസ്സിൽ പങ്കെടുക്കാൻ മടിക്കുന്നവരുണ്ടെങ്കിൽ, അവർ ഈ സദസ്സിൽ എഴുന്നേൽക്കണം. ഫർജിഅ മിനൽ മജ്ലിസി, അവർ ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോണം, അവർ ഈ സദസ്സിൽ ഇരിക്കാൻ പാടില്ല. സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു. രണ്ടാമത്തെ തവണയും ഇബ്നു മസ്ഊദ് പറഞ്ഞു, അയ്യുഹ സ്വഹാബ, കേട്ടില്ലേ മനുഷ്യ, എണീക്കടോ, മടി വിചാരിക്കല്ലേ, പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോ, അവൻ ഇതുപോലെ ഒരു സദസ്സിലും പങ്കെടുക്കാൻ പാടില്ല. 3 തവണ ഇബ്നു മസ്ഊദ് ആവർത്തിച്ചു പറഞ്ഞപ്പോ ഒരു സ്വഹാബി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, എന്തിനാ ഇബ്നു മസ്ഊദേ ഇത്ര ദേഷ്യം, എന്തിനാ അങ്ങനെ സങ്കടപ്പെടുന്നത്? ഇബ്നു മസ്ഊദ് തിരിച്ചു മറുപടി പറഞ്ഞു, ഇന്നല്ലാഹ തആല, തീർച്ചയായും പടച്ച തമ്പുരാൻ, യുനസ്സിറു റഹ്മ വയഗ്ഫിറു ദുനൂബ, അള്ളാന്റെ വാക്കുകൾ ചർച്ച ചെയ്യുന്ന സദസ്സിൽ അള്ളാഹ് റഹ്മത്തിറക്കിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ അള്ളാന്റെ വാക്കുകൾ ചർച്ച ചെയ്യുന്നത് 1 മണി മുതൽ 2 മണി വരെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും അള്ളാഹ് റഹ്മത്ത് നൽകുന്നുണ്ട്, അവരുടെ പാപം അള്ളാഹ് പൊറുക്കുന്നുണ്ട്. കാരണം ഇതല്ലാഹ്ക്കേറെ ഇഷ്ടപ്പെട്ട സദസ്സ, അള്ളാന്റെ വാക്ക് ചർച്ച ചെയ്യുന്ന സദസ്സ്. അതുകൊണ്ട് അവിടെ കൂടിയ ഓരോരുത്തർക്കും ലക്ഷക്കണക്കിന് പാപങ്ങൾ അള്ളാഹ് പൊറുത്തുകൊണ്ടിരിക്കുന്നു. ഇല്ലാ വാഹിദൻ, ഒരുത്തൻ ഈ സദസ്സിലില്ലെങ്കിൽ, ഇല്ലാ വാഹിദൻ, ഒരുത്തൻ ഈ സദസ്സിലില്ലെങ്കിൽ അവൻ ഈ സദസ്സിലുണ്ടോ? ലാ യുനസ്സിറു റഹ്മ, അള്ളാഹ് കൊടുക്കാൻ ഉദ്ദേശിച്ച റഹ്മത്ത് അള്ളാഹ് നിർത്തലാക്കി കളയും. മലക്കുകൾ ചോദിച്ചു, യാ റബ്ബ്, എന്തേ റബ്ബേ നീ നിർത്തലാക്കി? അള്ളാഹ് ചൂണ്ടിപ്പറഞ്ഞു, അവൻ അവിടെയുണ്ട്, ആ വ്യക്തി ആ സദസ്സിലുണ്ട്. വലാ യഗ്ഫിറു ദുനൂബ, അവരെ പാപം ഞാൻ പൊറുക്കില്ല. മലക്കുകൾ ചോദിച്ചു, യാ റബ്ബ്, എന്തേ റബ്ബേ? അവൻ ആ സദസ്സിലുണ്ട്, അവനുള്ള കാലത്തോളം ആ സദസ്സിന് ഞാനൊന്നും കൊടുക്കില്ല, ഞാൻ റഹ്മത്ത് നിർത്തും, ഞാൻ ബർക്കത്ത് നിർത്തും, അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതുവരെ. സ്വഹാബത്ത് ഞെട്ടി എഴുന്നേറ്റ് ചോദിച്ചു, മൻ യാ റസൂലല്ലാഹ്, ആരാ നബിയെ? ആരുണ്ടെങ്കിലാ അള്ളാഹ് നിർത്തലാക്കുക? ആര് കാരണമാ അള്ളാഹ് അത് തടയുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുൻപിൽ വെച്ച് ഇബ്നു മസ്ഊദ് വിളിച്ചു പറഞ്ഞു, മൻ കാത്തിഉർ റഹ്മ, ബന്ധം മുറിച്ചവർ, അലോക്യത്തിൽ കഴിയുന്നവർ, തമ്മിൽ വേർപ്പെട്ടവർ, മുഖത്തോട് മുഖം നോക്കാത്തവർ, അത്തരത്തിലുള്ള ആളുകൾ ഏത് സദസ്സിൽ പങ്കെടുത്താലും ആ ഒരു വ്യക്തി കാരണം ബാക്കി ഉള്ളവർക്ക് കിട്ടേണ്ടതുകൂടി അള്ളാഹ് നിർത്തലാക്കി കളയും. അല്ലെങ്കിൽ എന്തിന്റെ പേരിലാ മനുഷ്യ നമ്മൾ ഈ പരസ്പരം അഹങ്കാരം നടിക്കുന്നത്? ഒരൽപ്പം വലിയ തറവാട്ടിൽ പറന്നുപോയതുകൊണ്ടോ, ഒരൽപ്പം സമ്പത്തുള്ളവന്റെ കുടുംബത്തിൽ ജനിച്ചുപോയതുകൊണ്ടോ, ഒരൽപ്പം തൊലിവെളുപ്പുണ്ടായതുകൊണ്ടോ? ലോകത്തിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതർക്ക് ഇതിനേക്കാൾ വലിയ യോഗ്യതയും പവറുമുണ്ടായിട്ടും ഒരൊറ്റ മനുഷ്യനോട് പോലും അള്ളാന്റെ റസൂല് വേർതിരിവ് കാണിച്ചിട്ടില്ല. പണത്തിന്റെ പേരിലില്ല, തറവാടിത്തത്തിന്റെ പേരിലില്ല. ലോകം കണ്ട സുന്ദരനായ റസൂലുള്ള ഒരു മനുഷ്യനോട് പോലും തൊലിവെളുപ്പിന്റെ പേരിൽ അഹങ്കരിച്ചിട്ടില്ല. അല്ലെങ്കിൽ ആർക്കാ ഈ ദുനിയാവിൽ ഇതൊക്കെ ബാക്കിയാവുന്നത്? പറമ്പായ പറമ്പുകൾ ഏക്കർ കണക്കിന് വാങ്ങിക്കൂട്ടിയ ലോകത്തെ ഏതെങ്കിലും ഒരു പണക്കാരന് 6 അടി മണ്ണല്ലാതെ കബർ നീളത്തിൽ കുഴിക്കാൻ കൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. വാങ്ങിക്കൂട്ടിയ ബിൽഡിങ്ങുകൾക്കും അല്ലെങ്കിൽ കൂമ്പാരമായി വെച്ച സമ്പത്തുകളും കണ്ടിട്ട് ലോകത്തിന്നേ വരെ ഒരു വാപ്പാക്കും തന്റെ ഖബറിനെ ഏസിയാക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെന്ത് കണ്ടിട്ടാ മനുഷ്യ നീ അഹങ്കരിക്കുന്നത്, നീ വേർതിരിവ് കാണിക്കുന്നത്? തറവാടാണോ നിന്റെ പ്രശ്നം? വലിയ വാപ്പാന്റെ മക്കളായി പിറന്നുപോയതാണോ നിന്റെ വിഷയം? അള്ളാഹ് തീരുമാനിച്ചിരുന്നുവെങ്കിൽ പാതയോര വക്കുകളിൽ കുടിലുകൾ കെട്ടി കൽപ്പണിയെടുക്കുന്ന ഒരണ്ണാച്ചിന്റെ മക്കളാകുമായിരുന്നു നിങ്ങൾ. അള്ളാഹ് കാണിച്ച ഔദാര്യമാ ആ വാപ്പാന്റെ മക്കളായി പറക്കാൻ കിട്ടിയ ഭാഗ്യം. അത് കിട്ടിയപ്പോ എനിക്ക് പാവപ്പെട്ടവരെ കണ്ണിൽ പിടിക്കുന്നല്ലേ? അത് കിട്ടിയപ്പോ താഴ്ന്ന തറവാട്ടുകാരനെ എനിക്ക് പോരിശ തോന്നുന്നില്ല അല്ലേ? ഇനി തൊലിവെളുപ്പാണോ നിന്റെ അഹങ്കാരം? മരിച്ച മണ്ണോട് ചേർന്ന് 3 വെള്ളപ്പടവയിൽ പൊതിഞ്ഞ് 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെക്കുമ്പോ നീ നഗ്നനാടോ? ആ വെള്ളപ്പടവയിൽ ഈ ജന്തുക്കളും ചെറുപ്രാണികളും കടിച്ചു തൂങ്ങി മണ്ണോടത് ചേർത്ത് പോകുമ്പോ നിന്റെ ശരീരത്തിൽ നിന്ന് തന്നെ നിന്നെ തിന്നാനുള്ള പുഴുക്കളുണ്ടാകും. നിന്റെ ശരീരത്തിൽ നിന്ന് തന്നെ നിന്നെ നശിപ്പിക്കാനുള്ള ജന്തുക്കൾ ഉണ്ടാകും. പിന്നെ ആ ശരീരത്തിന് വേണ്ടിയാണോ നീ അഹങ്കരിക്കുന്നത്?
ഒരു കാലഘട്ടത്തിൽ ഒരുത്തനോട് പോലും ആ വേർതിരിവ് അള്ളാന്റെ പ്രവാചകൻ കാണിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ലോകത്തിന്റെ തിരുദൂതന്റെ കാലഘട്ടം അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച വിഷയത്തിൽ നിന്ന് മനസ്സുകൾ വ്യതിചലിച്ചത് കാരണത്താൽ ഇന്ന് ചില ആളുകൾക്ക് ചിരിക്കണമെങ്കിൽ ചില ആളുകൾ തന്നെ വേണം, ചിലർക്ക് ലോക്യം കൂടണമെങ്കിൽ ചില വ്യക്തികൾ തന്നെ വേണം, ചിലർക്ക് സംസാരിക്കണമെങ്കിൽ ചില ആളുകൾ തന്നെ വേണം. അവർക്ക് അവന്റെ ദറജ ഒത്തിയവനോടെ സംസാരിച്ചൂടൂ. അതുകൊണ്ടാണല്ലോ ഇസ്ലാമിലെ പരിപാവനമായ ലളിത ചടങ്ങ് കല്യാണ രംഗങ്ങൾ പോലും ഇന്ന് 3 ദിവസങ്ങളാ. വെള്ളിയാഴ്ചത്തെ ദിവസം നാട്ടിലെ പേരുകെട്ട ഹോട്ടലിൽ ക്ഷണിക്കപ്പെട്ട VVIPകളോടൊപ്പം നിക്കാഹ് എന്ന മാമൂലുകൾ. ശനിയാഴ്ചത്തെ ദിവസം ക്ഷണിക്കൽ നിർബന്ധമായ കുടുംബക്കാർക്ക് വേണ്ടിയൊരു ഫംഗ്ഷൻ. ഞായറാഴ്ചത്തെ ദിവസം എങ്ങനെ ഒഴിവാക്കുമെന്ന് ബേജാറാകുന്ന നാട്ടുകാർക്ക് വേണ്ടിയൊരു ഫംഗ്ഷൻ. 3 ദിവസങ്ങൾ. എന്തേ ഞായറാഴ്ചത്തെ ദിവസത്തെക്കാരനെ ഈ വെള്ളിയാഴ്ചത്തെ ദിവസത്തിലേക്ക് പറ്റാത്തത്? അവൻ ഈ സദസ്സിൽ പറ്റില്ല, ഇവരാ സദസ്സിലും പറ്റൂല. ഇരട്ട മുഖമാ മനുഷ്യന്. പണം നോക്കിയും തറവാട് നോക്കിയും 2 സ്വഭാവത്തോടുകൂടി പെരുമാറുന്ന ആളുകൾ. ലോകത്തിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരുത്തനോട് പോലും അള്ളാന്റെ റസൂൽ ആ വേർതിരിവ് കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ അള്ളാന്റെ കൽപ്പന വന്നു, പ്രവാചകരെ മുക്രിഇനെ നിശ്ചയിക്കണം. മുക്രിഉൻ, ഓതിക്കൊടുക്കുന്നവൻ, വിളിച്ചു പറയുന്നവൻ, ബാങ്ക് കൊടുക്കുന്നവൻ. അള്ളാന്റെ കൽപ്പന ഇറങ്ങിയപ്പോ മദീനത്തെ പള്ളിയിൽ സ്വഹാബത്ത് കൂട്ടം കൂടി നിന്നു. റസൂലുള്ള മുക്രിയായി ആരെ തെരഞ്ഞെടുക്കുമെന്നറിയാൻ. ആ കൂട്ടത്തിൽ ധനാഢ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അദ്ദേഹം കരുതി പോലും റസൂൽ എന്നെ വിളിക്കും, എന്നിട്ട് ഇപ്പ പറയും, യാ അബൂബക്കർ അൻത മുക്രിഉൻ, അബൂബക്കറെ നീയാണ് മുക്രി എന്ന് റസൂൽ ഇപ്പൊ എന്നോട് പറയും. ഞാൻ റസൂലുള്ളാന്റെ വലം കൈയാണല്ലോ. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുഖത്തേക്ക് നോക്കി. ഉമർ ഇബ്നുൽ ഖത്താബ് കരുതി പോലും പിന്നീട് അദ്ദേഹം പറഞ്ഞു, റസൂൽ എന്നെ ഇപ്പൊ വിളിക്കും, യാ ഉമർ അൻത മുക്രിഉൻ, ഉമറെ നീയാണ് മുക്രി എന്ന് റസൂൽ എന്നോട് പറയും. പക്ഷേ റസൂലുള്ള ഓരോരുത്തരുടെ മുഖത്തേക്കും നോക്കി. അവസാനം ആ സദസ്സിന്റെ പിൻഭാഗത്ത് അർദ്ധനഗ്നനായി ചുരുളം മുടിക്കാരൻ കറുത്ത മനുഷ്യനെ ചൂണ്ടി അള്ളാന്റെ റസൂൽ പറഞ്ഞു പോലും, യാ ബിലാൽ അൻത മുക്രിഉൻ, മോനെ ബിലാലെ നീയാണ് മുക്രി. മദീനത്തെ മിനാരത്തിന്റെ മുകളിൽ കയറി വിരിക്കപ്പെട്ട ഈത്തപ്പന ഓലയിൽ കയറി ബാങ്ക് കൊടുക്കാൻ അള്ളാന്റെ കൽപ്പന കിട്ടിയപ്പോ ആ കൽപ്പന പ്രകാരം ബിലാൽ ഇബ്നു റബാഹ ബാങ്ക് കൊടുക്കാൻ കയറി നിന്നപ്പോ കണ്ടു നിൽക്കുന്ന ബാക്കിയുള്ള സഹാബത്തൊക്കെ സങ്കടപ്പെട്ടുപോയി, അസൂയപ്പെട്ടുപോയി എന്നാ ചരിത്രത്തിലുള്ളത്. എന്തുകൊണ്ട് അള്ളാന്റെ റസൂല് ഞങ്ങളെ മുക്രി ആക്കിയില്ല? ഞങ്ങൾക്ക് മുക്രി ആകണം എന്ന ആവേശം അവരെ മനസ്സിൽ. ആ മുക്രി എന്ന പദത്തിനെയാ ഇന്ന് നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്തത്. ആ മുക്രി എന്ന വാക്കാ മനുഷ്യരെ മുക്രിയാക്കിക്കൊണ്ടുവന്നത്. കുട്ടിന്റെ വാപ്പക്കെന്തേ പണി? പള്ളിയിലെ മുക്രിയായി 2ാം നമ്പറാക്കി, ആർക്കും വേണ്ടാത്ത ഏർപ്പാടാക്കി മാറ്റി, ഇരട്ട സ്വഭാവം പ്രകടിപ്പിക്കുന്ന മനസ്സുള്ളവരാക്കിയില്ലേ നമ്മളെ? പണത്തിന്റെ പേരിൽ, അധികാരത്തിന്റെ പേരിൽ. ശേഷമോ റസൂലുള്ളാന്റെ സ്വഹാബത്ത് ആ സ്നേഹം സഹജീവികളോട് പ്രകടിപ്പിക്കാൻ തുടങ്ങി. മക്കയിലെ ധനാഢ്യൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, കോടീശ്വരൻ, തന്റെ പെങ്ങളെന്ന് അഥവാ പേര് പോലെ സുന്ദരി ജമീല എന്ന പെൺകുട്ടി, അവൾക്ക് പുതിയാപ്പിളനെ അന്വേഷിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോ നാട്ടിലുള്ള ധനാഢ്യന്മാരെല്ലാം കോടിക്കണക്കിന് മഹറുമായി അബ്ദുറഹ്മാന്റെ വീട്ടിൽ കയറി വന്ന ഓരോരുത്തരോടും അബ്ദുറഹ്മാൻ തിരിച്ചു പറഞ്ഞ മറുപടി, നിന്റെ ജമീലാക്ക് ഞാൻ കണ്ടിട്ടുണ്ട് പുതിയാപ്പിളയെ. കയറി വന്നവർ ചോദിച്ചു, ആരാ അബ്ദുറഹ്മാനെ ആ ഭാഗ്യവാൻ? ചോദിച്ച ആളുകളെയും കൂട്ടി അബ്ദുറഹ്മാൻ മദീനത്തെ തെരുവിലേക്ക് ഇറങ്ങി. പ്രവാചകന്റെ കൈകളാൽ നിർമ്മിക്കപ്പെട്ട മസ്ജിദുൻ നബവിയുടെ മിനാരത്തിന്റെ ചുവട്ടിൽ അർദ്ധനഗ്നനായി വയർപ്പിൽ കുളിച്ച് നനഞ്ഞൊട്ടിയ ശരീരവുമായി 2 കൈകളും ചെവിയിലേക്ക് ചേർത്ത് വെച്ച് വലത്തോട്ടും ഇടത്തോട്ടും ചാഞ്ഞും ചെരിഞ്ഞും ബാങ്ക് കൊടുക്കുന്ന കറുത്ത മനുഷ്യനെ ചൂണ്ടി മഹാനായ അബ്ദുറഹ്മാൻ പറഞ്ഞു പോലും, ഇന്റെ ജമീലാക്ക് വേണ്ടി ഞാൻ കണ്ട പുതിയാപ്ല ബിലാൽ ഇബ്നു റബാഹ. കേട്ടുനിന്നവർ അത്ഭുതത്തോടെ ചോദിച്ചു, എന്താ അബ്ദുറഹ്മാനെ ബിലാലിൽ നീ കണ്ട യോഗ്യത? കാണാൻ നല്ലൊരു തൊലി പോലുമില്ലാത്തവൻ. പുഞ്ചിരിച്ചുകൊണ്ട് അബ്ദുറഹ്മാനിന്റെ മറുപടി, ബിലാലിന്റെ തൊലി കറുത്തതാണെങ്കിലും ബിലാലിന്റെ ഉള്ളു വെളുത്തതാ. തൊലി കറുത്തതാണെങ്കിലും ബിലാലിന്റെ ഉള്ളു വെളുത്തതാ. നേരെ തിരിച്ചാ നമ്മളെ പലരുടെയും അവസ്ഥ. നമ്മളിൽ പലരുടെയും തൊലി വെളുത്തതാണെങ്കിലും ഉള്ളു കറുത്തതാ.
അവിടെ പകയുണ്ട്, അവിടെ വെറുപ്പുണ്ട്, അവിടെ വിദ്വേഷമുണ്ട്, അവിടെ അഹന്തയുണ്ട്, അവിടെ അഹങ്കാരമുണ്ട്, അവിടെ പൊങ്ങച്ചമുണ്ട്, പുച്ഛമുണ്ട്, ഏഷണിയുണ്ട്, പരദൂഷണമുണ്ട്, കുതന്ത്രങ്ങളുണ്ട്, കുത്തുവാക്കുകളുണ്ട്, ഒടുങ്ങാത്ത പകയുണ്ട്, തീരാത്ത അസൂയയുണ്ട്. ഇതല്ലേ നമ്മളെ നയിക്കുന്നത്? ഇതല്ലേ മനസ്സിൽ പേറി ജീവിക്കുന്നത്? അത്രമാത്രം വേർപെട്ടുകൊണ്ട് ഒന്ന് തോറ്റു കൊടുക്കാനുള്ള മനസ്സില്ലാതെ സ്വയം പര്യാപ്തത നടിക്കുന്ന മനുഷ്യൻ, അൻറാഹുസ്തഗ്ന, ഞാൻ വലിയവനായി എന്ന് തോന്നിത്തുടങ്ങിയ മനുഷ്യനെ ഞാൻ ഒരുത്തന്റെ മുൻപിലും കൈനീട്ടാറില്ല. 4 ആൺമക്കൾ വിദേശത്തുണ്ട്, വേണ്ടിയതിനാത്രം ഞാൻ സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കെന്തിന്റെ കുറവാ? ഒരുത്തനും തന്നിട്ടല്ലല്ലോ ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇന്റെ മുമ്പിൽ വരട്ടെ, നിന്റെ കാൽച്ചോട്ടിൽ വരട്ടെ, നിന്റെ മുമ്പിൽ അവൻ വരട്ടെ എന്ന് വീറും വാശിയും പ്രകടിപ്പിക്കുന്ന മുസൽമാനെ 6 അടി മണ്ണോട് ചേരുമ്പോ വട്ടപൂജ്യമായിട്ടാ നിങ്ങൾ മടങ്ങുന്നത്. കാരണം ലോകത്തിന്റെ തിരുദൂതർ പഠിപ്പിച്ചത് ആയ കാലത്ത് ആ ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കാനാ, തമ്മിൽ തെറ്റൽ മാറ്റാൻ വേണ്ടിയാ. അതുകൊണ്ടാണല്ലോ നമ്മക്കറിയാം ആ വിഷയം. അള്ള സ്വീകരിക്കണമെങ്കിൽ നമ്മൾ അള്ളാന്റെ അരികിലേക്ക് മടങ്ങണമെന്ന്. ലോകത്തിന്റെ പ്രവാചകൻ മരിക്കുന്നതിന്റെ തലേ ദിവസം റബീഉൽ അവ്വൽ 11-ാം തീയതി നേരം വെളുത്തു. റസൂലുള്ളാഹ്ക്ക് രോഗം കഠിനമാകാൻ തുടങ്ങി. കയ്യിലുണ്ടായിരുന്ന ഒരു തോർത്തുമുണ്ട് റസൂലുള്ള മുഖത്തേക്കിട്ടു, മുഖത്തുനിന്ന് വലിച്ചു മാറ്റി, വീണ്ടും മുഖത്തേക്കിട്ടു, മുഖത്തുനിന്ന് വലിച്ചു മാറ്റി. കണ്ട പത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹ വന്ന് ചോദിച്ചു, പ്രവാചകരെ എന്തേ ഒരു സങ്കടം? ആയിഷാന്റെ കണ്ണിലേക്ക് നോക്കി റസൂലുള്ളാന്റെ മറുപടി, ഇന്നലിൽ മൗത്തി സക്കറാത്ത്, മരണത്തിന്റെ വേദന സഹിക്കാൻ സാധിക്കുന്നില്ല ആയിഷ. നിങ്ങൾ 2 ആൾ അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് ആയിഷ. റസൂലുള്ളാന്റെ ശരീരത്തിലേക്ക് സ്വഹാബത്ത് നോക്കിയപ്പോ കണ്ടുപോലും ആവി പൊന്തുന്നത് പോലെ ചൂട്. സ്വഹാബത്തിന് സഹിച്ചില്ല. അവർ 7 തോൽപാത്രം വെള്ളം കൊണ്ടുവന്ന് റസൂലുള്ളാന്റെ ശരീരത്തിൽ ഒഴിച്ചു. ചൂട് തണുക്കുന്നില്ല. ആ ചൂട് തണുക്കാത്ത അവസ്ഥ. അള്ളാഹുവിന്റെ പ്രവാചകൻ വലത്തെ കൈ നിലത്തുകുത്തി ഒന്ന് എഴുന്നേൽക്കാൻ നോക്കി, ബോധം കെട്ടു വീണു. അത്രമാത്രം പ്രവാചകൻ തളർന്നുപോയിരുന്നു. സഹാബത്ത് വള്ളം കൊടഞ്ഞു. റസൂലുള്ള വീണ്ടും എഴുന്നേറ്റു, വലത് കൈ നിലത്തുകുത്തി ഒന്നും കൂടി ഉയരാൻ നോക്കി, ബോധം കെട്ടു വീണു. 3-ാമത്തെ തവണ റസൂലുള്ള വീണ്ടും എഴുന്നേൽക്കാൻ നോക്കി, വീണപ്പോ അദ്ദേഹത്തോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു പോലും, എന്താ പ്രവാചക, എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? റസൂലുള്ളാന്റെ മറുപടി, ആയിഷ, എനിക്കിന്റെ പള്ളിയിൽ പോണം, എനിക്കിന്റെ മിനാരത്തിൽ പോണം, എനിക്കിന്റെ മസ്ജിദുൻ നബവിയിൽ പോണം. കഅബ് ബിൻ മാലിക്കിന്റെയും അലി ബിൻ അബീ ത്വാലിബിന്റെയും തോളിൽ കൈയിട്ട് റളിയല്ലാഹു അൻഹും 2 പേരുടെ തോളിലും കൈയിട്ട് റസൂലുള്ളാഹിയെ അവർ പള്ളിയിലേക്ക് എടുത്തു. ചരിത്രം പറയുന്നു, നിലത്തുറയ്ക്കാത്ത തളർന്നുപോയ റസൂലുള്ളാന്റെ കാലുകൾ മദീനത്തെ മണലാരണ്യത്തിലൂടെ ചാലുകൾ തെറ്റിച്ച് വലിച്ചയച്ച റസൂലുള്ളാഹിനെ സഹാബത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോയത്. പള്ളിയുടെ മിമ്പറിന്റെ 2-ാമത്തെ പടിയിൽ അല്ലാണ്ട് റസൂൽ ഇരുന്നു. റസൂലുള്ള പള്ളിയിൽ എത്തി എന്നറിഞ്ഞപ്പോ സ്വഹാബത്ത് തിങ്ങിക്കൂടി പള്ളിയിൽ. അന്ത്യോപദേശം കേൾക്കാൻ ഓരോരുത്തരും ആവേശപ്പെട്ടു നിന്നു. തന്റെ സ്വഹാബത്തിനെ ഒന്ന് നോക്കി റസൂലുള്ള തല കുനിക്കാൻ തുടങ്ങി. കുനിച്ച് റസൂലുള്ളാന്റെ അൽബീൽ അലാ ളുഹരി, പെരടിയുടെ വെളുവെളുത്ത ഭാഗം സ്വഹാബത്തിന് കാണത്തക്ക രൂപത്തിൽ റസൂലുള്ള തല കുനിച്ചു പിടിച്ചു. സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു. തല കുനിച്ച ആ സന്ദർഭത്തിൽ സ്വഹാബത്തിന്റെ നേരെ നോക്കി റസൂലുള്ള ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു പോലും, അയ്യുഹന്നാസ്, എന്റെ ജനങ്ങളെ, മൻ കുൻത ജലബത്ത് ലഹു ളുഹ്റൻ, നിങ്ങൾക്കാർക്കെങ്കിലും ഈ മുഹമ്മദിന്റെ വല്ലതും കാരണത്താൽ ഒരു വേദന പറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരു സങ്കടമുണ്ടായിട്ടുണ്ടെങ്കിൽ, ഫഹാദാ ലഹരി, എന്റെ മുതുകിതാ, എന്റെ പുറമിതാ, ഫലിയസ്തഖിദ് മിൻഹു, ആർക്കും വന്ന് തിരിച്ചടിക്കാം, ആർക്കും വന്ന് പ്രതികാരം ചെയ്യാം. 2 കൈയും റസൂലുള്ള വടർത്തിപ്പിടിച്ചു. അയ്യുഹന്നാസ്, എന്റെ ജനങ്ങളെ, മൻ കുൻത ശതംതു ലഹു ഇർലൻ, നിങ്ങൾക്കാർക്കെങ്കിലും എന്റെ വാക്ക്, എന്റെ നോട്ടം, എന്റെ പെരുമാറ്റം സങ്കടമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അലോഗ്യമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഫഹാദാ ഇർലി, എന്റെ അഭിമാനമിതാ, ഫലിയസ്തഖിദ് മിൻഹു, തിരിച്ചു വന്ന് ചീത്ത വിളിച്ചോ, തിരിച്ചു വന്ന് എനിക്ക് പ്രതികാരം ചെയ്തോ. കേട്ടു നിൽക്കുന്ന ഉമർ ബിൻ ഖത്താബ് ചാടി എഴുന്നേറ്റ് ചോദിച്ചു, അള്ളാന്റെ പ്രവാചകരെ, നിങ്ങൾ ഞങ്ങളോട് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾക്കങ്ങനെ തിരിച്ചു ചെയ്യാനുണ്ടോ പ്രവാചക? ഉമർ ബിനോട് ഖത്താബിനോട് റസൂലുള്ളാന്റെ മറുപടി, മോനെ ഉമറെ, നാളെ അള്ളാന്റെ കോടതിയിൽ ഒരുത്തൻ പോലും എനിക്കെതിരെ തിരിയാൻ പാടില്ല, എന്റെ നേരെ വിരല് ചൂണ്ടിയിട്ട് പറയാൻ പാടില്ല, ഇവൻ എന്നെ അവഗണിച്ചു റബ്ബേ, ഇവൻ എന്നോട് തെറ്റി നടന്നു റബ്ബേ, ഇവന്റെ പവറും പത്രാസും കൊണ്ട് ഇവൻ എന്നെ വേദനിപ്പിച്ചു റബ്ബേ എന്നൊരാൾ പോലും എന്നെക്കുറിച്ച് ചൂണ്ടാൻ പാടില്ല.
അതുകൊണ്ടാ സഹാബത്തെ ഇവിടെ തീർക്കേണ്ടത് ഇവിടെ തീർത്തു പോണം. അത് ദുനിയാവിൽ വെച്ച് ചോദിക്കണം. അതറിയുന്നവരാ നമ്മളിൽ പലരും. അതുകൊണ്ടല്ലേ ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഹജ്ജിന് കിട്ടിയിട്ടുണ്ടെന്ന് കരുതുക, ഈ പ്രാവശ്യത്തെ നറുക്കെടുപ്പിൽ തന്റെ നറുക്കെടുപ്പിൽ പേരുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഹജ്ജിന് പോകുന്ന സമയം വരെ, ദുൽഹിജ്ജ മാസമാകുന്നത് വരെ കാണുന്നവരോടൊക്കെ അവരെന്താ പറയാറുള്ളത്? അഹമ്മദേ, ഉസ്മാനെ, കേട്ടിട്ടുണ്ടല്ലോ എനിക്ക് ഹജ്ജിന് പോകാൻ കിട്ടിയിട്ടുണ്ട്, എന്റെ പൊരുത്തപ്പെട്ടു തരണം. അതെന്തിനാ? മക്ബൂലും മബ്റൂറുമായ ഹജ്ജാകണമെങ്കിൽ പൊരുത്തപ്പെടിക്കണം അവർ പഠിച്ചിട്ടുണ്ട്. അത് ഹജ്ജിന് മാത്രമല്ല, തൊട്ടു മുൻപ് നമസ്കരിച്ച ളുഹർ നമസ്കാരമുണ്ടല്ലോ, അള്ളാഹ് സ്വീകരിക്കണമോ? പൊരുത്തപ്പെടിക്കണം. മനസ്സിന്റെ ഇടയിൽ വിടവുകൾ ഉണ്ടാവരുത്. ഈ പരിശുദ്ധ റമളാനിന്റെ നോമ്പുകൾ അള്ളാഹ് സ്വീകരിക്കണമോ? ഈ പൊരുത്തപ്പെടിക്കൽ നടത്തണം, ബന്ധം കൂട്ടിയോജിപ്പിക്കണം. അതുകൊണ്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, ലോകത്തിന്റെ പ്രവാചകന്റെ മരണശേഷം അബൂ ഹുറൈറ മദീനത്തെ പള്ളിയിൽ എഴുന്നേറ്റ് നിന്നു. സ്വഹാബത്തിന്റെ നേരെ മൊത്തത്തിലൊന്നു നോക്കി, എന്നിട്ട് വിതുമ്പിക്കരഞ്ഞു വിളിച്ചു പറഞ്ഞു, അയ്യുഹ സ്വഹാബ, എന്റെ ജനങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലും തമ്മിൽ തെറ്റി നടക്കുന്നവരുണ്ടെങ്കിൽ, ആരോടുമാകട്ടെ, ആദർശത്തിന്റേതല്ലാത്ത വിഷയത്തിൽ, ദുനിയാവിന്റെ ചെറിയ ചെറിയ വിഷയത്തിന്റെ പേരിൽ ആരോടെങ്കിലും തെറ്റി നടക്കുന്നവരുണ്ടെങ്കിൽ അവർ ഈ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകണം. ആ തെറ്റൽ പൂർത്തിയാകുന്നതുവരെ, കൂട്ടിയോജിപ്പിക്കുന്നതുവരെ അവർ ഇതുപോലെയുള്ള ഒരു സദസ്സിലും പങ്കെടുക്കാനും പാടില്ല. 3 തവണ ആവർത്തിച്ചപ്പോ പള്ളിയുടെ പിൻഭാഗത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങിയങ്ങ് നടന്നു. അവനവന്റെ വാപ്പാന്റെ സഹോദരിയോട് 2 വർഷമായി അലോഗ്യത്തിലായിരുന്നു. വാപ്പാന്റെ പെങ്ങളടുത്തേക്ക് ചെന്നു, ലോഗ്യം പുതുക്കി ആ ഉമ്മ കൊടുത്ത ഭക്ഷണം കഴിച്ചു. തിരിച്ചിറങ്ങാൻ നേരത്ത് ആ മാതാവ് ചോദിച്ചു പോലും, പൊന്നുമോനെ, എന്തേ എനിക്ക് ഇങ്ങനെ തോന്നാനുള്ള കാരണം? ഇത്രകാലവും തോന്നാത്ത തോന്നൽ. അബൂ ഹുറൈറാന്റെ വാക്കുകൾ കേട്ട സ്വഹാബി ഉമ്മായോട് തിരിച്ചു പറഞ്ഞു പോലും, എന്റെ ഉമ്മ, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, കുല്ലിബ്നി ആദമ മിൻ അമലിഹി, ആദമിന്റെ മക്കള് ഒരു ചെയ്തു കൂട്ടുന്ന സകല അമലുകളും, ഇല്ലാ ഫി കുല്ല അശിയത്തിൻ ഫി യൗമിൽ ഖമീസ്, എല്ലാ വ്യാഴാഴ്ചകളിലും ഇശാ നമസ്കാര ശേഷം മലക്കുകൾ എടുത്തുകൊണ്ടുപോയി ഏഴാൻ ആകാശത്തുള്ള അള്ളാനെ കാണിച്ച് തൃപ്തിപ്പെടുത്തും. അഥവാ ഞാനും നിങ്ങളും ചെയ്തു കൂട്ടുന്ന സകല നന്മകളും എല്ലാ വ്യാഴാഴ്ചകളിലും ഇശാ നമസ്കാര ശേഷം അള്ള പറഞ്ഞയക്കുന്ന മലക്കുകൾ വന്ന് നമ്മൾ ചെയ്ത നന്മകളെടുത്ത് ഏഴാൻ ആകാശത്തുള്ള അള്ളാനെ കാണിച്ച് തൃപ്തിപ്പെടുത്തി ആ നന്മകളെ കൊണ്ട് തിന്മകളുണ്ടെങ്കിൽ പൊറുക്കപ്പെട്ട് അവർ അവനെ, റബ്ബിനെ തൃപ്തിപ്പെടുത്തും. അവന്റെ നന്മകൾ ഏറ്റെടുത്തു കൊണ്ടുപോകും. ഇല്ലാ വാഹിദൻ, ഒരുത്തന്റെതൊഴികെ. ആ ഒരുത്തന്റെത് കൊണ്ടുപോകാൻ ലാ യുനസ്സിലുൽ മലായിക, അള്ള മലക്കിനെ പറഞ്ഞയക്കുന്നില്ല. ലൻ യുഖ്ബലുല്ലാഹ്, അവനെത്രമാത്രം ചെയ്താലും അവന്റേത് അള്ള സ്വീകരിക്കുന്നില്ല. ഏതുവരെ? ഹത്താ തുഫ്തഹ അബ്വാബുസ് സമാ, ആകാശത്തിന്റെ 1ാമത്തെ വാതിൽ പോലും അവന്റേതിനു വേണ്ടി അള്ള തുറന്നു കൊടുക്കുന്നില്ല. അവനെന്ത് പ്രവർത്തിച്ചാലും ശരി, എത്ര നന്മകൾ ചെയ്താലും ശരി, അവന്റേത് അള്ളാക്ക് വേണ്ട. സ്വഹാബത്ത് എഴുന്നേറ്റ് ചോദിച്ചു, മൻ യാ അബൂ ഹുറൈറ, ആരാ അബൂ ഹുറൈറ? അവൻ മൻകാത്തിഉർ റഹ്മ, ബന്ധം മുറിച്ചവർ, അലോഗ്യത്തിൽ കഴിയുന്നവർ, തമ്മിൽ തെറ്റി നടക്കുന്നവർ, മുഖത്തോട് മുഖം നോക്കാത്തവർ, ക്ഷണിക്കാത്തവർ, ക്ഷണം സ്വീകരിക്കാത്തവർ, ചിരിക്കാത്തവർ, മടക്കി ചിരിക്കാത്തവർ, സലാം പറയാത്തവർ, പറഞ്ഞ സലാം മടക്കാത്തവർ, കുന്തിരിഞ്ഞ് മുഖം ചുളിച്ച് കാർക്കിച്ചു തുപ്പി നടന്നു പോകുന്നവർ, മരണം വരെ തന്റെ ആരോഗ്യം കൊണ്ടു നടക്കുന്ന ആളുകൾ. അവർ 11 പകരം 110 റക്അത്ത് തറാവീഹ് നമസ്കരിച്ചാലും, 30 പകരം 3000 വർഷം നോമ്പനുഷ്ഠിച്ചാലും, 10 പകരം 10 കോടി വാരിക്കോരി കൊടുത്താലും ഈ മനുഷ്യരെ അവന്റെ അമലുകൾ അള്ളാക്ക് വേണ്ട, അള്ള സ്വീകരിക്കുകയില്ല. അള്ള പറയും, അവനോട് അവന്റെ ബന്ധം പുതുക്കാൻ പറ, അവന്റെ ആരോഗ്യം തീർക്കാൻ പറ. ആദ്യം അവനും അടിമയും തമ്മിലുള്ള ലോഗ്യം പുതുക്കട്ടെ, എന്നിട്ടേ ഞാനും നിന്റെ അടിമയും തമ്മിലുള്ള ലോഗ്യം പുതുക്കൂ. അല്ലെങ്കിൽ ആ അടിമയോട് അവൻ തെറ്റിയ കാലത്തോളം ഞാനും അവനോട് തെറ്റി നിൽക്കുകയാ, ഞാനും അവനോട് മുഖം ചുളിച്ച് നിൽക്കുകയാ. അത്രമാത്രം ഗൗരവത്തോടെ ലോകത്തിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ മനുഷ്യ നമ്മൾ ഈ തെറ്റുന്നത്? നിസാര പ്രശ്നങ്ങൾ ഊതിപ്പെരുപ്പിച്ച് ഒരു സൂചി കൊണ്ടെടുത്താൽ തീരേണ്ട വിഷയം ഒരു JCB എടുത്ത് മാന്തിയാലും കിട്ടാത്തത്ര വൃണമാക്കി പരസ്പരം തെറ്റി നടക്കുന്ന മനുഷ്യരെ, നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും, തൊട്ടു മുൻപ് നമസ്കരിച്ച ഈ ളുഹർ നമസ്കാരത്തിന്റെ പ്രതിഫലം പോലും അള്ളാന്റെ കോടതിയിൽ കണ്ടെത്താൻ സാധിക്കണമെങ്കിൽ നമ്മളെ ബന്ധം നമ്മൾ പുതുക്കണം. അതുകൊണ്ടാണല്ലോ
അവകാശപ്പെടാൻ നല്ലൊരു വാപ്പാന്റെ മക്കളല്ലാതിരുന്നിട്ടുകൂടി ആ സ്വഹാബത്ത് പരസ്പരം സ്നേഹിച്ചത് യർമൂക്ക് യുദ്ധവേളയിലേക്ക് പുറപ്പെടുന്ന 3 പ്രിയപ്പെട്ട സ്വഹാബത്ത്, ഇക്രിമ റളിയല്ലാഹു അൻഹു, അയ്യൂബ് റളിയല്ലാഹു അൻഹു, ഹാരിസ് റളിയല്ലാഹു അൻഹു. ഇണപിരിയാത്ത കൂട്ടുകാർ, ഇണപിരിയാത്ത മുസൽമാന്മാർ, പരസ്പരം ജീവന് തുല്യം സ്നേഹിക്കുന്ന സ്വഹാബത്ത്. ഒരേ വാപ്പാന്റെ മക്കളല്ല, നല്ലൊരു വാപ്പാന്റെ മക്കളുമല്ല. ഇക്രിമ അബൂജഹലിന്റെ മകനാ. 3 പേരും യുദ്ധത്തിന് പോകാനിറങ്ങി. പുറത്തിറങ്ങിയപ്പോഴാ മനസ്സിലായത് കയ്യിൽ യുദ്ധത്തിന് ചെയ്യാനുള്ള സാമഗ്രികളില്ല. ഇക്രിമ കിടക്കുന്ന കട്ടിലെടുത്തവർ തെരുവിൽ കൊണ്ടുപോയി വിറ്റു. കിട്ടിയ പണം കൊണ്ട് പിടിയില്ലാത്ത വാളും മൂർച്ചയില്ലാത്ത കുന്തവും വാങ്ങി യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു. കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിനിടയിൽ ശത്രുവിന്റെ വെട്ടേറ്റ് ഇക്രിമാന്റെ വലത് കൈ അറ്റുവീണു. വാർന്നൊലിക്കുന്ന രക്തത്തോടൊപ്പം അന്റെ അരികിലുള്ള അബൂ ഹുറൈറാന്റെ മുഖത്തേക്ക് നോക്കി ഇക്രിമ വിളിച്ചു പറഞ്ഞു പോലും, അൽമാ യാ അബൂ ഹുറൈറ ലിശ്ശർബ്, ദാഹിക്കുന്ന അബൂ ഹുറൈറ, കുടിക്കണം അബൂ ഹുറൈറ, വെള്ളം വേണം ഒരൽപ്പം. അബൂ ഹുറൈറ യുദ്ധക്കളത്തിൽ നിന്ന് തിരിച്ചോടി. ഒരു കൂജ വെള്ളമെടുത്ത് ഓടി ഇക്രിമാന്റെ അടുത്തേക്ക് വന്നു. തുറന്ന ഇക്രിമാന്റെ വായിലേക്ക് കൂജയും വെള്ളവും ചെരിക്കാൻ തുടങ്ങിയപ്പോ ഇക്രിമ കേട്ടുപോലും തന്റെ അടുത്ത് നിന്നൊരു കരച്ചിൽ. നോക്കുമ്പോ കാണുന്നത് വലത് കൈയും ഇടതുകാലും വെട്ടിമാറ്റപ്പെട്ട തന്റെ സഹോദരൻ സ്നേഹിതൻ അയ്യൂബിനെ. വാപ്പൊത്തിപ്പിടിച്ചിട്ട് ഇക്രിമ പറഞ്ഞു, അബൂ ഹുറൈറ, വെള്ളം അയ്യൂബിന് കൊടുക്ക്, അവനാണ് എന്നേക്കാൾ ആവശ്യക്കാരൻ. അബൂ ഹുറൈറ വെള്ളവുമായി അയ്യൂബിന്റെ അടുത്തേക്ക് ഓടി അയ്യൂബിന്റെ വായിലേക്ക് വെള്ളമൊഴിക്കാൻ തുടങ്ങിയപ്പോ അയ്യൂബ് കേട്ടുപോലും തന്റെ അരികിൽ നിന്നൊരു പെടച്ചിലും ഞരക്കവും. നോക്കുമ്പോ കാണുന്നത് വലത് കൈയും ഇടതുകാലും വെട്ടി മാറ്റപ്പെട്ട് കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ട് പല്ലുകൾ പോലും കുത്തിയടർത്തപ്പെട്ട ഹാരിസ് മണലിൽ കവന്നു കടന്നു പടയ്ക്കുന്നു. പൊത്തിപ്പിടിച്ചുകൊണ്ട് അയ്യൂബ് പറഞ്ഞു, അബൂ ഹുറൈറ, വെള്ളം ഹാരിസിന് കൊടുക്ക്, അവനാണ് ആവശ്യക്കാരൻ. അബൂ ഹുറൈറ വെള്ളവുമായി ഹാരിസിന്റെ അടുത്തേക്ക് ഓടിയെത്തി. പക്ഷെ അപ്പോഴേക്കും ഹാരിസ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയിരുന്നു. ഇതൊരു കെട്ടുകഥയല്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ആരെങ്കിലും എഴുതി ചേർത്ത ഒരു മനുഷ്യന്റെ നിറം പിടിപ്പിച്ച കഥകളല്ല. നമ്മളെപ്പോലെ രക്തവും മാംസവും നമ്മളെപ്പോലെ അള്ളാന്റെ ശുക്റും ലഭിച്ച ഒരു മഹത്തായ പാരമ്പര്യമുള്ള മുസൽമാൻ പരസ്പരം സ്നേഹിച്ച കഥയാ. അബൂ ഹുറൈറ വെള്ളവുമായി രണ്ടാമത് വെള്ളം ചോദിച്ച അയ്യൂബിന്റെ അടുത്തേക്ക് ഓടി വന്നു. പക്ഷേ അയ്യൂബും മരണപ്പെട്ട് കിടക്കുന്നു. ആദ്യം വെള്ളം ചോദിച്ച ഇക്രിമാന്റെ അടുത്തേക്ക് ഒരു തുള്ളി പോലും കൊടുക്കാൻ പറ്റാത്ത വെള്ളവുമായി ഓടിയെത്തിയപ്പോ കണ്ടത് തുറന്നു കിടക്കുന്ന കണ്ണും നിലച്ച ശരീരവും. ആ കണ്ണുകൾ രണ്ടും കൈകൊണ്ടടച്ച് 3 സഹാബത്തിന്റെ നടുവിൽ ഒരു തുള്ളി കൊടുക്കാൻ പറ്റാത്ത വെള്ളം പിടിച്ച് വിതുമ്പിക്കരയുന്ന അബൂ ഹുറൈറയെ ബാക്കിയുള്ള സഹാബത്ത് പിടിച്ചു വലിച്ചാ കൊണ്ടുപോയത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, അത്രമാത്രം അവർ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, അത്രമാത്രം അവർ പ്രിയപ്പെട്ടവരായിട്ടുണ്ടെങ്കിൽ, എന്താ ജ്യേഷ്ഠ അനിയന്റെ മുൻപിലൊന്നു തോറ്റ, എന്തേ അനിയന്മാരെ ജ്യേഷ്ഠന്റെ മുൻപിലൊന്നു തോറ്റ, എന്തേ മക്കളെ വാപ്പാരെ മുമ്പിലൊന്നു തോറ്റ, എന്തേ മുസൽമാനെ മറ്റൊരു മുസൽമാന്റെ മുമ്പ് തോറ്റ, എന്തേ അയൽവാസികളെ മറ്റൊരു അയൽവാസിക്ക് മുൻപിൽ തോറ്റാൻ തോൽക്കാനുള്ള മടി കാണിച്ചുകൊണ്ട് നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളുണ്ടല്ലോ. ആമിലത്തുൻ നാസിബ, ഒരുപാട് അധ്വാനിച്ചു എന്ന അഹങ്കാരത്തോടെ റബ്ബിനെ കാണാമെന്ന് തോന്നൽ. തസ്ലാ നാറുൻ ഹാമിയ, പരലോകത്ത് ചെല്ലുമ്പോ നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ബാക്കിയായി അള്ളാഹ് ചൂണ്ടിക്കാണിക്കുന്നത് നരകമായിരിക്കും. മൂക്കത്ത് വിരൽ വെച്ച് പറ്റിപ്പോയ അബദ്ധത്തിന്റെ പേരിൽ കൈയിന്റെ വിരലിന്റെ നഖങ്ങൾ കടിച്ച് യാ റബ്ബ്, എന്റെ റബ്ബേ, റബ്ബിർജിഊൻ, ഒന്നും കൂടി എന്നെ ജീവിപ്പിക്കെന്ന് പറഞ്ഞാൽ കിട്ടാത്തൊരു ലോകത്തേക്ക് മടങ്ങേണ്ടവനാണെന്ന ബോധത്തോടെ ഇവിടെ തീരേണ്ടതും ഇവിടെ തീർക്കേണ്ടതും ഇവിടെ തീർത്തു പോകാൻ സാധിക്കണം. ആ മഹത്വം തിരിച്ചറിഞ്ഞ് സ്നേഹിക്കാൻ സാധിക്കണം. ആ ബന്ധങ്ങളിലെ ഏറ്റവും ഗൗരവപ്പെട്ട ബന്ധമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. ഒരു കാലഘട്ടത്തിൽ 4 ആൺമക്കളുള്ളതിന്റെ പേരിൽ സന്തോഷിച്ചവരായിരുന്നു രക്ഷിതാക്കളിൽ പലരും. പക്ഷേ ഇന്ന് 4 ആൺമക്കളുള്ളതിന്റെ പേരിൽ 4 മക്കളുടെ കുടുംബത്തിലും കയറിയിറങ്ങേണ്ട ഗതികേട് പല രക്ഷിതാക്കൾക്കും വന്നെത്താറുണ്ട്. പറമ്പുകൾ വീതിച്ചതുപോലെ, ഫ്ളാറ്റുകൾ വീതിച്ചതുപോലെ ഉമ്മയെയും വാപ്പയെയും വീതിക്കാൻ ആധുനിക കാലഘട്ടത്തിലെ മക്കൾ തയ്യാറായി എന്നതിന്റെ പരിണിത ഫലമാണ് 4 മക്കളുടെ കുടുംബത്തിലും കയറിയിറങ്ങേണ്ട ഗതികേടിലെത്തിയത്. ഉമ്മാന്റെ പേരിലുള്ള 5 സെന്റ് സ്ഥലവും ഉമ്മാന്റെ ചവിട്ടിക്കടന്ന ചുറ്റും ഉമ്മ എനക്കല്ലേ തന്നത്, അതുകൊണ്ട് 6 മാസം നീ നോക്കിക്കോ, 4 മാസം അവള് നോക്കട്ടെ, 2 മാസം വന്നോക്കട്ടെ, വേണേ 2 മാസം ഞാനും നോക്കാം എന്ന് വീതം നിശ്ചയിക്കപ്പെട്ട് 4 മക്കളുടെ കുടുംബത്തിലും കയറിയിറങ്ങി 4 ആളെയും മനസ്സറിഞ്ഞൊന്ന് ശപിക്കാൻ പോലും സാധിക്കാതെ നെഞ്ചുപൊടിഞ്ഞു മരിക്കുന്ന
നൂറുകണക്കിന് രക്ഷിതാക്കൾ ഇന്ന് നമ്മളെ കൂട്ടത്തിലുണ്ട്. ക്ലാസ് കഴിഞ്ഞു പോകുമ്പോ തല നരച്ചവരോട്, പല്ലുകൾ ബലഹീനമായവരോട്, തൊലികൾ ചുളിഞ്ഞവരോട് ഒന്ന് ചോദിച്ചു നോക്കൂ, എന്തേ ഒരു സങ്കടം? മനഃപൂർവ്വം മറച്ചിട്ടും മറയ്ക്കാത്ത വാക്കോടവർ പറയും, മക്കള് നല്ലോണം നോക്കാറില്ല, നേരത്തിന് ഭക്ഷണം കിട്ടാറില്ല, എന്റെ ആഗ്രഹങ്ങൾക്ക് അവർ വില കൽപ്പിക്കാറില്ല. ആയിരങ്ങളും പതിനായിരങ്ങളും കൊടുത്ത് റമദാനിന്റെ 20 മുതൽ 28 വരെ സകല ടെക്സ്റ്റൈൽ ഷോപ്പുകളും ഫുട്വെയറുകളും കയറിയിറങ്ങുന്ന ഒരു വാപ്പാക്ക് സ്വന്തം വാപ്പയെക്കുറിച്ച്, ഒരു മകന്റെ വാപ്പാക്ക് സ്വന്തം വാപ്പാക്ക് 125 രൂപന്റെ ഒരു തട്ടം വാങ്ങിക്കൊടുക്കാൻ പോലും ഉമ്മായെ സ്നേഹിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവന്റെ റമദാന് ബാത്തില, അവന്റെ അമലുകൾ ബാത്തില. അള്ളാന്റെ അരികിൽ അത് സ്വീകാര്യമാക്കപ്പെടുന്നില്ല. അതുകൊണ്ടല്ലേ ഖിയാമത്ത് നാളിന്റെ അടയാളമായി ലോകത്തിന്റെ തിരുദൂതർ പഠിപ്പിച്ചതും അത്റുക്കുൽ ഉമ്മ വഉഹിബ്ബു സൗജ, ഉമ്മയെയും വാപ്പയെയും അവഗണിക്കും, ഭാര്യനെ സ്നേഹിക്കാൻ തുടങ്ങും. ഭാര്യയ്ക്ക് വേണ്ടി മാതാപിതാക്കളെ അവഗണിക്കും. അവരെ ഇഷ്ടങ്ങൾക്ക്, അവരെ വിലകൾക്ക്, അവരെ മനസ്സിന്റെ ആഗ്രഹങ്ങൾക്ക് ഗൗരവത്തോടെ ചിന്തിക്കാത്ത മക്കളായിത്തീരും. എത്രമാത്രമെന്നറിയാമോ? ഈ അടുത്ത കാലത്ത് കോഴിക്കോട് തന്നെ നടന്ന ഒരു സംഭവം. എന്തൊക്കെയായാലും ബാക്കി ഉമ്മയും വാപ്പയും തന്നെയുണ്ടാവും എന്ന ഓർമ്മ മനുഷ്യനുണ്ടാക്കുന്ന ഒരു ചിന്ത, ഒരു വാർത്ത. ഒരു വാപ്പ, ഉമ്മാന്റെ മകൻ, വാപ്പ മരിച്ചു, ബാക്കി മക്കളില്ല. ആ മകനെ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്നു. കണ്ടവന്റെ അടുക്കളയിൽ ജോലി ചെയ്ത് ആ ഉമ്മ മകൻ എഞ്ചിനീയറിംഗിന് അയച്ചു, പഠിച്ചു, ജയിച്ചു, നല്ലൊരു പെണ്ണിനെയും കെട്ടിച്ചെടുത്തു. കല്യാണം കഴിഞ്ഞ് 4ാമത്തെ മാസം മകന്റെ സ്വഭാവത്തിൽ മാറ്റം വരാൻ തുടങ്ങി. അവൻ രഹസ്യമായി പലതും കൊണ്ടുവരാൻ തുടങ്ങി, മധുരമുള്ളതും അല്ലാത്തതും രസമുള്ളതുമായത്. ഉമ്മ കാണാതെ ഭാര്യയ്ക്ക് കൊണ്ടുകൊടുക്കാൻ തുടങ്ങി. ഉമ്മ കാണാതെ ഭാര്യയ്ക്ക് മാത്രം എത്തിച്ചു കൊടുക്കാൻ തുടങ്ങി. അവൻ കൊണ്ടുവരൽ എങ്ങനെയായിരുന്നു പോലും എന്ന് വീട്ടിക്ക് കയറുമ്പോഴും ഉമ്മ കൈമലേക്ക് നോക്കും, മക്കളെ കൈമലെന്തോ ഉണ്ടോ എന്നറിയാൻ. അത് ഇന്നത്തെ കാലഘട്ടത്തിലും നോക്കലുണ്ട്. അത് കണ്ടിട്ടവന് ആ പിന്നാമ്പുറത്തുകൂടി വന്ന് ജനലിന്മേലേക്ക് ആ മധുര പലഹാരം പൊതിഞ്ഞു വെച്ച് മുന്നിലൂടെ വന്ന് ഒന്നും കയ്യിലില്ലാത്തവനെ പോലെ അകത്തേക്ക് കയറി. ഒരു രാവിലെ എടുക്കാൻ മറന്നപ്പോ പിറ്റേന്ന് നേരം വെളുത്ത് എറുമ്പുകൂട്ടങ്ങൾ പൊതിഞ്ഞ ആ പലഹാരപ്പൊതി തുറന്നു നോക്കിയ ഉമ്മാന്റെ ഹൃദയം വിറച്ചു. എന്നെ കാണിക്കാതെ എന്റെ മകൻ ഭാര്യയെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പിറ്റേന്ന് മകന്റെ വാർത്തയും എത്തി, ഉമ്മ വീട് നമുക്ക് മാറണം, ഇത് പഴയ വീടാ, ഓളെ വീട്ടുകാർ വരുമ്പൊക്കെ കേറാൻ പറ്റാത്ത വീടാ, മാറി താമസിക്കണം. സങ്കടത്തോടെ ഉമ്മ പറഞ്ഞു പോലും, മോനെ, എന്റെ വാപ്പന്റെയും നീയല്ലാതെ ഉമ്മാക്ക് പറന്ന 3 മക്കളുടെയും ഓർമ്മ ഈ കുടുംബത്തിലാ. ഉമ്മ മരിച്ചിട്ട് പൊന്നുമോൻ എന്ത് വേണേ ചെയ്തോ, ഇതൊക്കെ എന്റെതാ. 2 മാസം കൂടി മകൻ അവിടെ നിന്നു. ഭാര്യന്റെ തലയണ മന്ത്രത്തിനടിമപ്പെട്ട് ഉമ്മാൻ അവഗണിച്ച് നോക്കാൻ ഒരു ഹോം നേഴ്സിനെയും വെച്ച് അവൻ അടുത്ത് വേറൊരു വീടെടുത്തു, ഫ്ളാറ്റ് എടുത്തു, താമസം മാറി. 18 കൊല്ലം ഉമ്മാന്റെ ചോര നീരാക്കിയ പണം കൊണ്ട് പഠിച്ച ഉദ്യോഗവുമായി അവൻ വിദേശത്ത് ജോലി ചെയ്തു. തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി. വിദേശ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് അവരെ കരിപ്പൂരിൽ അവനെ സ്വീകരിക്കാൻ ചെന്നത് ഭാര്യ സുലൈഖ, സ്വന്തമെന്ന് പറയുന്ന 3 പെൺമക്കൾ ചെന്നു. ആ ഭർത്താവ് ജബ്ബാറിനെ കൂട്ടി സന്തോഷത്തോടെ നാട്ടിലേക്ക് മടങ്ങുമ്പോ കോഴിക്കോട് എത്തിയപ്പോ, ഫറോക്ക് ഭാഗത്തെത്തിയപ്പോ ആ വാപ്പ ജബ്ബാർ പറഞ്ഞു പോലും, സുലൈഖ എന്താണെന്നറിയാൽ, ഇടക്കിടക്ക് ശ്വാസയക്കുമ്പോ വാരിന്റെ സൈഡിൽ നിന്നൊരു വേദന ഉണ്ടാവലുണ്ട്, കാണിച്ചിട്ട് പോകാം. കാണിച്ചു. ഡോക്ടർമാർ വിധി എഴുതി, 2 കിഡ്നിയും നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇവിടെ കിടത്തണം, ഇപ്പൊ ട്രീറ്റ്മെന്റ് തുടങ്ങണം. അവിടെ കിടത്തി ഭാര്യയും മക്കളും. വൈകുന്നേരം വരെ അവരവിടെ നിന്നു. വൈകുന്നേരം ഭർത്താവിനോട് സമ്മതം വാങ്ങി സുലൈഖയും 3 പെൺമക്കളും ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോരും. ആശുപത്രിയിൽ നിൽക്കാനുള്ളതൊക്കെ എടുത്തിട്ട് വരട്ടെ എന്നും പറഞ്ഞ് രാത്രി 8:30, 9 ആരും തിരിച്ചു വരാത്തവസ്ഥ. അടുത്ത് കിടക്കുന്നവന്റെ മൊബൈൽ വാങ്ങി വാപ്പ ജബ്ബാർ വീട്ടിക്ക് വിളിച്ചു. ഒരു തവണ അടിഞ്ഞു തീർന്നു, 2ാമത്തെ തവണ പകുതി അടിഞ്ഞു. ഭാര്യ സുലൈഖ ഫോണെടുത്തു. ചോദിച്ചു പോലും ജബ്ബാർ, എന്തേ സുലൈഖ, ആരെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ? സുലൈഖാന്റെ മറുപടി, ഇവിടെ ഒരു ചർച്ച നടക്കുക. എന്ത് ചർച്ച? വാപ്പാൻ എങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ള ചർച്ച. 3 പെൺമക്കളാ ഞങ്ങൾക്ക്. ആ നമുക്കുള്ള 3 പെൺമക്കൾക്കും മരുമക്കത്തായി സമ്പ്രദായ. പെണ്ണ് കെട്ടിയാൽ ആ വീട്ടിൽ തന്നെ പുതിയാപ്പിളാര് നിൽക്കുന്ന സമ്പ്രദായ. പെൺമക്കൾ പറയുന്നു പോലും, ഞങ്ങൾ എന്തായാലും പുതിയാപ്പിളാരെ വീട്ടിക്ക് പോകൂല. പുതിയാപ്പിളാരും പറയുന്നു പോലും, പെണ്ണ് കെട്ടിയിട്ട് സ്വന്തം വരെ പോയിക്കാന്ന് പറഞ്ഞാൽ അതൊരു സുഖമില്ലാത്ത ഏർപ്പാടാ. അങ്ങനെ അവര് തീരുമാനിച്ചാൽ വാപ്പാനെ കിടത്താൻ സ്ഥലല്ല. ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുക.
അതിന്റെ അവസാനം ഉള്ളതിലേക്ക് ഇളയ മകള് അന്ന് വാപ്പ ഉപേക്ഷിച്ച കുഞ്ഞാമിനത്താത്ത എന്ന വല്യമ്മാന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു പോലും, വല്യമ്മ വാപ്പ വന്നിട്ടുണ്ട്, പാപ്പാക്ക് ചെറിയൊരു സൂക്കേട് എന്ന് കേട്ടപ്പോഴേക്ക് തന്നെ ഊര തളർന്ന് വാട്ടർ ബെഡിൽ കിടന്ന് പുറംഭാഗം പൊളിഞ്ഞ് തൊലി പോയ ആ ഉമ്മ, 82 വയസ്സുള്ള കുഞ്ഞാമിനുമ്മ പറഞ്ഞ മകളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പോലും, മോളെ നിന്റെ ജബ്ബാറിനെ നിന്റെ അടുത്ത് കിടത്തിക്കോ, നിന്റെ ശ്വാസം പോകുന്നതുവരെ ഓനെ ഞാൻ നോക്കിക്കോളും. 4.5 മാസം ആ ഉമ്മാന്റെ കട്ടിലിന്റെ അടുത്ത് കിടന്ന് ആ ഉമ്മാന്റെ സ്നേഹം കിട്ടിയിട്ട ജബ്ബാർ മരിച്ചത്. അവസാനം ബാക്കിമ്മയും വാപ്പയെ ഉണ്ടാവൂ. അവര് സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ ലോകത്തൊരുത്തനും സാധിക്കില്ല മനുഷ്യ. നമ്മൾ അഹങ്കരിക്കുന്ന നമ്മളെ മക്കൾ പിന്തിരിഞ്ഞു കുത്തുന്ന കാലഘട്ടം നമ്മളെ കൺമുൻപിലെത്തുമ്പോഴേ എത്രമാത്രം നമ്മളെ അമ്മയും വാപ്പയും നമ്മൾ സ്നേഹിച്ചിരുന്നു എന്ന തിരിച്ചറിവ് നേടാൻ സാധിക്കൂ. ആ ബന്ധത്തിന്റെ മഹത്വം, ആ പവിത്ര ബന്ധം നമ്മൾ സൂക്ഷിക്കണം. അതിലും വലുതല്ല നമസ്കാരം, അതിലും വലുതല്ല ദാനധർമ്മം, അതിലും വലുതല്ല ദുനിയാവിൽ അള്ളാന്റെ കോടതിയിലേക്കുള്ള മറ്റൊന്നും. കാരണം മഹാനായ അൽക്കമാ റളിയല്ലാഹുവിന്റെ ചരിത്രം, പ്രിയപ്പെട്ട റസൂലുള്ളാന്റെ സഹാബി, റസൂലുള്ളാന്റെ കൂടെ അവ്വൽ വക്തിന് പള്ളിയിലെത്തും. അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അവ്വൽ വക്തിന് പള്ളിയിലേക്കെത്തും, യുദ്ധത്തിൽ പങ്കെടുക്കും, വാരിക്കോരി ധനം ചെലവഴിക്കും. മരിക്കാൻ സമയമായി. ആ സങ്കടത്തോടെ ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്ന അൽക്കമാന്റെ കട്ടിലിന്റെ അരികിൽ ചെന്ന് സ്വഹാബത്ത് പറഞ്ഞു പോലും, ഖുൽ യാ അൽക്കമാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽക്കമാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയ്. തൽക്കീൻ ചൊല്ലി മരിച്ചോ അൽക്കമാ സ്വർഗമുറപ്പ. അൽക്കമ നാവനക്കാൻ നോക്കി, കിട്ടുന്നില്ല പറയാൻ. വെപ്രാളപ്പെട്ടു, കണ്ണുകൾ തുറുത്തി, ഒരക്ഷരം ശബ്ദിക്കാൻ പറ്റുന്നില്ല. സ്വഹാബത്തോടി റസൂലുള്ളാഹിനോട് വിവരം പറഞ്ഞു. റസൂലുള്ള എന്ന് പറഞ്ഞു, ഖുൽ യാ അൽക്കമാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽക്കമാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. അൽക്കമക്ക് പറയാൻ കിട്ടുന്നില്ല. കണ്ട് തുറിച്ച് വെപ്രാളപ്പെട്ട് നാവനക്കാൻ പറ്റാതെ കരയുന്ന അൽക്കമാനെ നോക്കി അള്ളാന്റെ റസൂൽ അടുത്ത ചോദ്യം ചോദിച്ചു, ആരെങ്കിലും അൽക്കമാന്റെ മാതാപിതാക്കളിൽ മനസ്സ് സങ്കടപ്പെട്ട് ഇവിടുന്ന് പോയിട്ടുണ്ടോ? ഒരു സഹാബി പറഞ്ഞു, പ്രവാചകരെ, അൽക്കമാന്റെ ഉമ്മ മനസ്സ് വേദനിച്ചു പോയതാ. എന്തിന്? അൽക്കമന്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുമ്പോ ഒരു പിടി ആ ഉമ്മാക്ക് വേണ്ടി അവൻ മാറ്റിവെച്ചില്ല. വിശന്ന് പൊരിഞ്ഞ വയറുമായി കയറി വന്ന ഉമ്മയെ അവൻ അവഗണിച്ചു. പ്രവാചകരെ, അത് കണ്ടപ്പോ ആ ഉമ്മ എന്നാലും അൽക്കമ എന്നോട് എന്ന മനസ്സുമായി ഇറങ്ങിപ്പോയതാ. പിന്നീട് അല്ലാഹുവിന്റെ പ്രവാചകൻ ആ പെണ്ണിനെ ആളയച്ചു വരുത്തി. പെണ്ണിനോട് ചോദിച്ചു പോലും, പെണ്ണെ, പുറത്തു കൊടുക്കുമോ നിന്റെ മകന്? വിട്ടുകൊടുക്കുമോ നിന്റെ മോനെ? പെണ്ണിന്റെ മറുപടി, ഇല്ല പ്രവാചക, ഞാൻ എന്റെ ചോരയും നീരും കൊടുത്ത, പല സന്ദർഭത്തിലും ഞാൻ എന്റെ വയറ്റത്ത് കല്ല് കെട്ടിവെച്ചിട്ടാ ഞാൻ എന്റെ മകൻ അൽക്കമാക്ക് തിന്നാൻ കൊടുത്തത്. ആ അൽക്കമാക്ക് ഒരല്പം സമ്പത്തുണ്ടായപ്പോ, അവന് തിന്നാനുള്ള കഴിവുണ്ടായപ്പോ, അവന്റെ മക്കളെ സ്നേഹിക്കുന്നതിൽ നിന്ന് ഒരു പിടി അവനെനിക്ക് തന്നില്ല പ്രവാചക. അതെന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. ഉടനെ റസൂലുള്ള കൽപ്പിച്ചുവെങ്കിൽ ഉണങ്ങിയ വറകുകൊള്ളികൾ കൊണ്ടുവരിക. കൊണ്ടുവരപ്പെട്ട വറകുകൊള്ളികൾ അൽക്കമാന്റെ ശരീരത്തിലേക്ക് ആഞ്ഞുവെക്കാൻ തുടങ്ങി. കണ്ട പെണ്ണ് ഓടി വന്ന് ചോദിച്ചു, എന്താ പ്രവാചക നിങ്ങൾ ഈ കാണിക്കുന്നത്? സങ്കടത്തോടെ റസൂലുള്ള പറഞ്ഞു പോലും, പെണ്ണെ, നിന്റെ മകന് നീ പൊറുക്കാത്ത കാലത്തോളം, നിന്റെ മനസ്സിലുള്ള ആ സങ്കടം നീങ്ങാത്ത കാലത്തോളം ഇവനെ പച്ചക്ക് കത്തിക്കുന്നതാ നല്ലത്. ഇവന്റെ ദുനിയാവും ഇവന്റെ പരലോകവും നശിച്ചതാ. അവനെ ഞാൻ ഇല്ല എന്ന രൂപത്തിൽ, അങ്ങനത്തെ ഒരു വ്യക്തിയെ ഇല്ല എന്ന രൂപത്തിൽ ഞാൻ ഇവനെ പച്ചക്ക് കത്തിച്ചു കളയും. കേട്ടപ്പോ ഓടി വന്ന് മരത്തള്ളികൾ പിടിച്ചു മാറ്റി അൽക്കമായ മാറത്തേക്ക് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ പറഞ്ഞു പോലും, പ്രവാചകരെ, ഇവൻ എന്റെ മകനാ, ഇവന് ഞാൻ പൊറുത്തിരിക്കുന്നു. ഉമ്മാന്റെ തോളത്ത് കടന്ന് അൽക്കമാക്ക് മരിക്കാൻ കിട്ടി, തൽക്കീൻ ചൊല്ലാൻ അവകാശം കിട്ടി. അൽക്കമ നിസ്കരിക്കാത്തത് കൊണ്ടല്ല, നമസ്കാരത്തിൽ പങ്കെടുക്കാത്തത് കൊണ്ടല്ല, നോമ്പ് നോൽക്കാത്തത് കൊണ്ടല്ല, ദാനധർമ്മം കൊടുക്കാത്തത് കൊണ്ടല്ല, പവിത്രമാക്കപ്പെട്ട ബന്ധത്തിനിടയിൽ വെള്ളലുകൾ വീഴ്ത്തിയപ്പോ അതേ രക്ഷിതാക്കളെ, അതേ മക്കളെ ചിന്തിക്കണം ഓരോരുത്തരും. എന്റെ വാപ്പ, എന്റെ ഉമ്മ, ഒന്റെ റബ്ബേ ഓനെന്നോട് എന്നൊരു തോന്നലുണ്ടാക്കിയിട്ടാണ് നമ്മൾ മരിപ്പിച്ചതെങ്കിൽ, ആ ഒരു തോന്നൽ അവരെ മനസ്സിലുണ്ടെങ്കിൽ ആയ കാലം അത്രയും ഈ ദുനിയാവിൽ ജീവിച്ചാലും അള്ളാഹുവിന്റെ അതിന്റെ ഇരട്ടി, 10 ഇരട്ടി അനുഭവിപ്പിച്ചിട്ടല്ലാതെ അല്ല എന്നെയും നിങ്ങളെയും മരിപ്പിക്കുകയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ 85 വയസ്സുള്ള ഉമ്മാനോട് സഹാബി ചോദിച്ചു പോലും, ഉമ്മ, നിങ്ങൾക്ക് കല്യാണം കഴിക്കണോ? നിങ്ങൾക്കൊരു പൊയ്യാപ്പളനെ വേണം ഉമ്മ. എന്തിനു വേണ്ടി ചോദിച്ചു? ഉമ്മാന്റെ ഇഷ്ടമാ എന്റെ ഇഷ്ടം. ഉമ്മാക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അതും നടക്കട്ടെ എന്ന് കരുതി ചോദിച്ചതാ.
ആ ഒരു ബേജാർ ഉമ്മാക്ക് എന്നോട് തോന്നരുത്, ഇന്റെ മോൻ അങ്ങനെ ചെയ്തെന്നില്ലേലോ എന്ന് അതിന് ചോദിച്ചതാ ഉമ്മ എന്നുവരെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ചിന്തിക്കണം സഹോദര, നമ്മൾ ചെയ്യുന്ന അമലുകളും നമ്മൾ ജീവിക്കുന്ന ജീവിത പ്രവർത്തനങ്ങളും അള്ളാന്റെ അരികിൽ സ്വീകരിക്കണമെങ്കിൽ ബന്ധങ്ങളുടെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. അതാ റമളാന്റെ മുന്നൊരുക്കം, അതാണ് നമ്മളെ മനസ്സിന്റെ വലുപ്പം, അതാണ് ഏറ്റവും നല്ല വിശ്വാസിയുടെ മുഖമുദ്ര. തെളിഞ്ഞ, കറയില്ലാത്ത, കപടതയില്ലാത്ത, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന മനസ്സ്, അവനാണ് യഥാർത്ഥ മുസ്ലിം. അങ്ങനത്തെ ഒരു മുസ്ലിം ആവാനും ബന്ധങ്ങളുടെ മഹത്വം തിരിച്ചറിഞ്ഞ് ജീവിക്കാനും അല്ലാഹു തആല നമ്മളിൽ എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞോ അറിയാതെയോ ചെയ്തു കൂട്ടിയിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങളും പുറത്തു തന്ന് നീ ഞങ്ങൾക്ക് നിന്റെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ ഇരിപ്പിടം നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ദുനിയാവിലെ ഏറ്റവും നല്ല അലങ്കാരമായ മക്കളിൽ പരീക്ഷിക്കപ്പെട്ട് തടയപ്പെട്ട ആളുകൾക്ക് ആ മക്കളെന്ന അനുഗ്രഹം കൊടുത്ത് നീ സന്തോഷം നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, മക്കളുണ്ടായിട്ടും മാനസികമായി തളർന്നുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾക്ക് ആ സങ്കടങ്ങൾ നീ ലഘൂകരിച്ചു കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ മാരക പരീക്ഷണത്തിൽ നിന്നും വേദനിപ്പിക്കുന്ന രോഗങ്ങളിൽ നിന്നും ഞങ്ങളുടെ നാടിനെയും കുടുംബത്തെയും നീ കത്തുകൊള്ളണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. അവസാനമായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, നേരത്തെ പറഞ്ഞ വിഷയം തന്നെ. ഈ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
Thank you.